എനിക്ക് നിങ്ങളോട് ഒരു ഫീലിങ്സും ഇല്ല. എനിക്ക് മഹിയാണ് ഇഷ്ടം. ഞാൻ മഹിനെയാണ് സ്നേഹിക്കുന്നത്. ഞങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ വന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയേ. അതെ, ഞാൻ പെർവേർട്ടാണ്. പിന്നെ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന പട്ടിയെ പോലെ? ഗൗതം, നീ എന്നെ വിട്ട് പോയിട്ടും എനിക്ക് നിന്നെ മറക്കാൻ കഴിയുന്നില്ല. ഞാനിപ്പോ നിന്നെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും ഞാൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ഗൗതം. ഞാനന്ന് അങ്ങനെയൊക്കെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ എന്നെ വിട്ട് പോകില്ലായിരുന്നു അല്ലേ? നിന്നെ എനിക്ക് വേണം ഐഷു എന്ന് പറഞ്ഞ് ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമായിരുന്നല്ലേ? ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇതെല്ലാം നിനക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഗൗതം. കാരണം ഞാൻ ഒരിക്കലും നിന്റേതാകില്ല ഗൗതം. എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഞാൻ യുകെയിലേക്ക് പോകും. അവിടെ എനിക്ക് വേണ്ടിയിട്ട് മഹി വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. ഞങ്ങൾ വീണ്ടും പഴയതുപോലെ ഡേറ്റ് ചെയ്യും. ഇതൊക്കെ നിനക്ക് സഹിക്കാൻ പോലും കഴിയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടെ. ഗൗതം, നീ എന്നെ സ്നേഹിച്ചത് കൊണ്ട് നിനക്ക് സങ്കടം മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഐ ആം സോറി ഗൗതം, സോറി, ആൻഡ് ഐ മിസ് യു എ ലോട്ട്. ഹലോ ഐഷു, പറ, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? ആഷി, എനിക്ക് ഐഷു, നിനക്ക് എന്താ പറ്റിയേ? നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ആഷി, എനിക്കിവിടെ പറ്റുന്നില്ല. ഐഷു, അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ? എന്താ? ഇല്ല ആഷി, എനിക്കിവിടെ നിൽക്കേണ്ട. ഞാൻ പെട്ടെന്ന് തനിച്ചായ പോലെ. അതുകൊണ്ടല്ലേടി നിന്നോട് എൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ പറഞ്ഞേ. ഞാൻ വരൂ ആശി, എനിക്കിവിടെ ആരുമില്ല. അപ്പോൾ നിന്റെ ക്ലാസിന്റെ കാര്യമോ? അതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ലീവ് എടുത്ത് വരുക. പിന്നെന്താന്ന് വെച്ചാ അവിടെ വന്ന് തീരുമാനിക്കാം, പ്ലീസ്. ഐഷു, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അങ്ങനെയൊന്നും ഇല്ല ആശി, എനിക്ക് നിങ്ങളെ കാണാൻ തോന്നുന്നു. ഓക്കെ, നീ ഒറ്റയ്ക്ക് വന്നോളൂ അതോ ഞാൻ അവിടെ വന്ന് നിന്നെ കൂട്ടണം? ഞാൻ വന്നോളാം ആശി, എന്നെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിൽ വന്നാൽ മതി.
ഓക്കെ, ഞാൻ ഇങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റ് എപ്പോൾ ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ. ഐഷു, നീ ഇങ്ങനെ കരയാതെ പാക്ക് ചെയ്യാൻ നോക്ക്. ചെല്ല്. ഞാനെന്നാ ചെക്ക് ചെയ്തിട്ട് വിളിക്കാം. ഓക്കെ. ഓക്കെ. Ashi, I miss you a lot. I miss you too. Are you okay? ഞാൻ ഓക്കെ ആടോ. ഇപ്പോ നീ ഇല്ല എൻ്റെ അടുത്ത്. അല്ല, നിന്റെ ലവിച്ചാനെന്തി? പുള്ളി ഓഫീസിൽ പോയിടേ. ഇന്ന് ലീവ് എടുക്കാൻ നോക്കിയതാ, പക്ഷെ പറ്റിയില്ല. പക്ഷേ ഇന്ന് നേരത്തെ എത്തിയേക്കാന്ന് വാക്ക് തന്നിട്ടുണ്ട്. ഐഷു, ഇതെന്ത് കോലാ പെണ്ണെ? ശരിക്കും നിനക്ക് എന്താ പറ്റിയേ? ഒന്നും ഇല്ലടി ചേച്ചി, എനിക്ക് നിന്നെ മിസ് ചെയ്തു. അതാ പെട്ടെന്ന് പോരുന്നേ. ഇനി നിന്റെ കൂടെ ഞാനുണ്ടായിരിക്കും എപ്പോഴും. വെറുതെ ആവശ്യമില്ലാതെയൊന്നും ആലോചിച്ച് കൂട്ടണ്ട. ഓക്കെ? ഐഷു, എപ്പോ വന്നു? ഒരു 4 മണിയായി കാണും. ഞാനും പിക്ക് ചെയ്യാൻ വരായിരുന്നതാ, പക്ഷേ ലീവ് കിട്ടിയില്ല മോളെ, അതാ. അത് സാരമില്ല, ചേച്ചി പറഞ്ഞായിരുന്നു. എന്നിട്ട് യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ടൈം അല്ലേ ഫ്ലൈറ്റിൽ കയറുന്നേ? ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു. പിന്നെ ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ലാൻഡ് ചെയ്തപ്പോഴും ചെറുതായിട്ട് ഒരു പേടിയുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അതുണ്ടാകും, പക്ഷേ ശീലമായി കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനിൽ ഏറ്റവും സേഫ് ഫ്ലൈയിങ് തന്നെയാണ്. അല്ല, എന്റെ കെട്ടുകളെവിടെ? കണ്ടില്ലല്ലോ. ആള് കിച്ചണിലാണ്. ഓ, പിന്നെ നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഫൈനൽ സെം അല്ലേ, അതുകൂടെ കഴിഞ്ഞാൽ PG കഴിഞ്ഞു. ആ, കോഴ്സ് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ തന്നെ നമുക്ക് ഒരു ജോബിന് നോക്കാം. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ കൂടെ തന്നെ നിന്നാൽ മതി. നാട്ടിൽ നിൽക്കാൻ അവിടെ പ്രത്യേകിച്ച് ആരും ഇല്ലല്ലോ നമുക്ക്. ആശയ്ക്കും അതൊരു സന്തോഷമായിരിക്കും. മോളെ പറ്റി ഓർത്ത് വിഷമിക്കാത്ത ഒരു ദിവസം പോലും അവൾക്കില്ല. എങ്കിൽ പിന്നെ ഞാനൊന്ന് ഫ്രഷപ്പ് ആയിയൊക്കെ വരാം. ബാക്കി വിശേഷങ്ങളൊക്കെ അത് കഴിഞ്ഞ് സംസാരിക്കാം. മേഡം നല്ല ബിസി ആണല്ലോ. ഓ, സെക്രട്ടറി സാറ് വന്നോ? ഇവിടെ നിന്നിങ്ങനെ കറങ്ങാതെ പോയി കുളിക്ക് മനുഷ്യ. അതൊക്കെ പിന്നെ ആവാലോ. വീട്ടിലേക്ക് വന്നുടനെ തന്നെ ദേ ഈ മുഖം കണ്ടില്ലേ, വല്ലാത്തൊരു വീർപ്പുമുട്ടല. എന്നിട്ട് എല്ലാ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ പറ്റിയൊരു പിൽസ് ഉണ്ട്. അതെടുത്താ പിന്നെ ഫുഡ് പോലും വേണ്ട. അവള് റൂമിലാണെന്നേ. ഇത് കിട്ടിയിട്ടേ ഞാൻ പോകും.
ഓ, എങ്കിൽ പെട്ടെന്നാകട്ടെ. എന്തിനാ ഇങ്ങനെ ധൃതി കാണിക്കുന്നേ? ഇതൊക്കെ പതിയെ മതി, എന്നാലേ ഒരു കിക്കുണ്ടാകും. ദേ ഇതുപോലെ. ഇച്ചായ മതി, പോകാൻ നോക്ക്. ഓ പോയേക്കാമേ. ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് മോള് റൂമിലേക്ക് വരുമല്ലോ, ബാക്കി അപ്പം. ശുഭം. ഇച്ചായ, എന്താണ് ഭാര്യ? ഐശുവിനെന്തോ വലിയ സങ്കടം ഉണ്ടായിട്ടുണ്ട്. അതെന്താന്ന് എത്ര ചോദിച്ചിട്ടും പറയുന്നതുമില്ല. എനിക്കെന്തോ പേടിയാകുന്നു ഇച്ചായ. പഴയ പോലുള്ള കളിയോ ചിരിയോ ഒന്നുമില്ല. വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക, അധികമൊന്നും സംസാരിക്കുന്നില്ല. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയാ. ഞാൻ കൂടെ ഉള്ളപ്പോൾ പോലും എന്നോടൊന്നും സംസാരിക്കുന്നില്ല. വേറെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുക. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. പപ്പ മമ്മി ഞങ്ങളെ വിട്ട് പോയപ്പോൾ ആണ് അവൾ ആകെ തകർന്നു പോയേ. ഇപ്പോൾ ഏകദേശം അവള് ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. എനിക്കെന്തോ പേടിയാകുന്നു ഇച്ചായ. എന്തായാലും എന്നോട് പറഞ്ഞാൽ എന്താ അവൾക്ക്? ഞാനുണ്ടാകില്ലേ അവളുടെ കൂടെ എപ്പോഴും? ആശി, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. എനിക്കും അങ്ങനെ തന്നെ തോന്നിയ. അവൾക്ക് നമ്മളറിയാത്ത എന്തോ ഒരു സങ്കടം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളോട് പറയോ ഇല്ലയോ എന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആൾക്ക് കുറച്ച് സമയം കൊടുക്കാടോ. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അതവൾക്ക് കൂടുതൽ വിഷമാകത്തേ ഉള്ളൂ. പിന്നെ ഐശു ഒരിക്കലും തന്നെ പോലെ അല്ലോളൂ. ആ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നില്ലേ. അവള് സ്ട്രോങ് ആടും. ഇനി എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ അവൾക്ക് ഓർക്കം ചെയ്യാൻ കഴിയും. എന്നും പറഞ്ഞ് എല്ലാം കൂടി ഒറ്റയ്ക്ക് സഫർ ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. താൻ അതോർത്ത് വറീഡാകണ്ട, നമുക്ക് നോക്കാം. ഐശു, ഡിന്നർ റെഡിയായി, കഴിക്കാൻ വാ. വരൂ ആശി. ഐശു, നീ കരഞ്ഞോ? ഏയ് ഇല്ല. ഐശു, നീ എന്നോട് കള്ളം പറയില്ല. ഇല്ല ആശി, ഞാൻ കരഞ്ഞില്ല. വാ, നമുക്ക് കഴിക്കാം. ഐശു, അവിടെ നിന്ന്. എന്താ ആശി? ആഹാ, അത് കൊള്ളാം. കഴിക്കാൻ വിളിക്കാൻ വന്നാളും ഇവിടെ നിൽക്കുവാനോ? രണ്ടുപേരും വന്നിങ്ങോട്ട്, എനിക്ക് വിശക്കുന്നു. ആ, ഞങ്ങൾ വരുവച്ച. ആശി, വന്നേ കഴിക്കാം. ഐശു, നിനക്ക് എന്താടി പറ്റിയേ? നീ എന്തിനാ ഇപ്പൊ കരഞ്ഞേ? കരഞ്ഞിട്ടില്ല എന്നുള്ളൊരു കള്ളം എനിക്ക് കേൾക്കണ്ട. നീ വന്ന അന്ന് തൊട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. എന്താ നിനക്ക് പറ്റിയേ? നീ പഴയ പോലെ എന്നോട് തല്ലുകൂടുന്നില്ല, ചിരിക്കുന്നില്ല, എന്നെ കളിയാക്കുന്നില്ല. നിനക്കിത് എന്താ പറ്റിയേ? എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞൂടെ യേശു? നിനക്ക് ഞാനില്ലേടി? എന്താ
നിനക്ക് ഞാൻ ആരുമല്ലേ, അതുകൊണ്ടാണോ നീ എന്നോടൊന്നും പറയാത്തെ? ഏയ് ആശി, താൻ എന്താണോ ഇങ്ങനൊക്കെ പറയുന്നേ? എനിക്ക് താനല്ലേ ഉള്ളൂ. അങ്ങനെയാണല്ലോ, അപ്പൊ പറ, നിനക്ക് എന്താ പറ്റി? ഇപ്പൊ നീ എന്തിനാ കരഞ്ഞേ? അത് അത് പിന്നെ ഞാൻ പറ മോളെ, നീ ഇങ്ങനെ വിഷമിക്കുന്ന കാണാൻ എനിക്ക് പറ്റുന്നില്ലടി. പറയാം. അപ്പോ ഇതാണ് കാര്യം, ഇതിനാണോ നീ ഇത്രയും കരഞ്ഞേ? ഐഷു, ദേ നോക്ക്, നിനക്ക് മഹിയെ കാണണം, അത്രയല്ലേ ഉള്ളൂ. ഇതിനാണോ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് സീനാക്കിയത്? ഞങ്ങൾ കണ്ടുപിടിച്ച് തരില്ലേ നിന്റെ മഹിയെ, അല്ലേ ഭാര്യ? അതേ നീ, അതിന് ഇങ്ങനെ ഇരുന്ന് മോങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, ഒരു കാര്യമില്ല. അതുകൊണ്ട് പറ, ആളുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കണ്ടുപിടിക്കാം. പേര് മഹേശ്വർ. ഇവിടെ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അറിയില്ലേ? പിന്നെങ്ങനെ തപ്പി പിടിക്കാനാ? പോട്ടെ, ആളുടെ അഡ്രസ് ഉണ്ടോ? അതില്ല, പക്ഷേ നാട്ടിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഇവിടുള്ള ബ്രാഞ്ചിലേക്ക് പ്രമോഷൻ ആയതാ. ഓ ഓക്കെ, നാട്ടിലുള്ള കമ്പനിയുടെ പേരെന്താണെന്നറിയോ? അറിയാം, GV ഗ്രൂപ്പ്സ്. GV ഗ്രൂപ്പ്സോ? അതെ, GV ഗ്രൂപ്പ്സ്. ഇജയ്ക്ക് അറിയാവോ? പിന്നെ അങ്ങാർക്കറിയാതെ ഇജാൻ അവിടെ അല്ലേ വർക്ക് ചെയ്യുന്നേ? ശരിക്കും? അതേ നീ, ഞാൻ അവിടുത്തെ CEO വാസുദേവ് സാറിന്റെ PA ആണ്. വാസുദേവ് ഗൗതമിന്റെ അച്ഛൻ. അപ്പൊ നിങ്ങൾക്ക് മഹി അറിയോ? പേഴ്സണലായിട്ട് അറിയില്ലടോ. നാട്ടിലെ കമ്പനിയിൽ നിന്ന് കുറച്ച് പേര് ഇവിടേക്ക് പ്രമോഷൻ ആയിട്ടുണ്ടെന്നറിയാം. മേ ബി കണ്ടിട്ടുണ്ടാവും. അത് സാരമില്ല, നാളെ തന്നെ ആളെ കണ്ടുപിടിച്ചോളാം. ഐഷു, കേട്ടല്ലോ, ഇപ്പൊ സന്തോഷമായില്ലേ നിനക്ക്? ആശി, ഇതാരാന്ന് മനസ്സിലായോ? ഇല്ല. ഇതാണ് ഐഷുവിന്റെ മഹി. ആണോ? നിങ്ങൾ അവിടെ തന്നെ നിൽക്കാതെ കയറി വാ. അല്ല, ഐഷുയുടെ റൂമിലുണ്ട്, വാ, നമുക്കൊന്ന് ഞെട്ടിച്ചേക്കാം. ഐഷു, വന്നേ, ചായ കുടിക്കാം. ആ, വരൂ ആശി. മഹി? അതേടോ, ഞാൻ തന്നെയാ. ഞാൻ ഇന്ന് ഓഫീസിൽ ചെന്ന ഉടനെ ആളെ അന്വേഷിച്ച് കണ്ടെത്തി. കാര്യങ്ങളൊക്കെ പറഞ്ഞ് കയ്യോട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പൊ ഹാപ്പി ആയില്ലേ നീ? ആശി, വന്നേ, അവരെന്താന്ന് വെച്ചാ സംസാരിക്കട്ടെ. എങ്കിൽ നിങ്ങൾ സംസാരിക്കട്ടോ, ഞങ്ങൾ എന്നാ കിച്ചണിലോട്ട് ചെല്ലട്ടെ. ഇന്നത്തെ ഡിന്നർ ഒരുമിച്ചാകാം. അതെ, തൻ്റെ ബ്രദറാണ് ലെവിൻ സാർ എന്ന് എനിക്കറിയില്ലായിരുന്നു. താനിവിടെ ഉണ്ട്, പറ്റുമെങ്കിൽ ഒന്ന് വന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായിരുന്നു. ഇവിടെ വന്ന് നല്ല തിരക്കായി പോയിടും, അതാ പിന്നെ വിളിക്കാനൊന്നും പറ്റാതെ വന്നേ. താനെന്നെ ഒരുപാട് മിസ് ചെയ്തല്ലേ? അത് ഈ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്നെ താൻ ഒരുപാട് മിസ് ചെയ്തിരുന്നു. എന്താണോ? ഏയ്, ഒന്നുമില്ല.
താൻ ഇത്ര പെട്ടെന്ന് ഇവിടേക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. അല്ല, തനിക്കിനി ക്ലാസ് കഴിയാൻ എത്ര മാസം കൂടിയുണ്ട്? 3. ഐശ്വര്യ, ജസ്റ്റ് എ മിനിറ്റ്. ഞാൻ റൂമിലെത്തിയിട്ട് വിളിക്കാം. ആകെ വട്ടി പിടിച്ചിരിക്കുക. നീ കൂടി ഇങ്ങനെ തുടങ്ങല്ലേ. ആ ഐശ്വര്യ, അത് പിന്നെ ഓഫീസിലൊരു സ്റ്റാഫാണ്. ഒരു വർക്ക് ഫിനിഷ് ആയിട്ടില്ല. അതിനെപ്പറ്റി സംസാരിക്കാൻ വിളിച്ചേ. അല്ല, താനെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നത്? ചേച്ചി കാണാൻ വന്നതാകുമല്ലേ? ഇതെന്താ താനൊന്ന് സംസാരിക്കാതെ? സാധാരണ എന്നെ പോലും പറയാൻ വിടാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ, ഇപ്പൊ എന്താ പറ്റി? ഏയ് ഒന്നുമില്ല മഹി, ചെറിയൊരു തലവേദന. ഞാൻ കിടക്കുമായിരുന്നു. തലവേദനയോ? ബാമിട്ടില്ലേ? ആ ഇട്ട്. പിന്നെ താനെന്നാ തിരിച്ചു പോകുന്നേ? തീരുമാനിച്ചിട്ടില്ല. അല്ല, കോഴ്സ് കഴിഞ്ഞ് താൻ ഇവിടേക്ക് തന്നെയല്ലേ വരുന്നേ, അതോ അവിടെ തന്നെ നിൽക്കുവാണ്? കോഴ്സ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമെന്ന് നമ്മൾ നാട്ടിൽ വെച്ച് പ്ലാൻ ചെയ്തതല്ലേ, പിന്നെന്താ ഇങ്ങനൊരു ചോദ്യം? ഏയ് ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതെ, ബാക്കിയൊക്കെ പിന്നെ പറയാട്ടോ. ഫുഡ് റെഡി ആയിട്ടുണ്ട്, വാ കഴിക്കാം. അല്ല മഹി, ഫുഡൊക്കെ ഇഷ്ടമായോ? പെട്ടെന്നുള്ള വിസിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കഴിക്കുന്നത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാട്ടോ, നെക്സ്റ്റ് ടൈം നമുക്ക് ശരിയാക്കാം. ഇഷ്ടമായി ചേച്ചി, എനിക്കും ഇതുപോലെ വെസ്റ്റേൺ ഫുഡ്സ് തന്നെ ഇഷ്ടം. ആഹാ, അപ്പോൾ ഐഷു കുറെ പാടുപെടുമെന്നർത്ഥം. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? അല്ല, അവൾക്ക് ഈ നാടൻ ഫുഡൊക്കെ അല്ലേ ഇഷ്ടം. ഇവിടെ വന്നേ പിന്നെ ഇതൊക്കെ ഇവളെ കൊണ്ട് കഷ്ടപ്പെട്ടാ കഴിപ്പിക്കുന്നത്. താനിതെന്താണോ ബന്ധം കണ്ട് പിരിച്ചെഴുതി പോലെ നോക്കുന്നത്? എന്താണെന്ന് ഞാൻ പറയട്ടെ? അല്ല, ഇതുവരെ നമ്മള് ഡേറ്റിന് പോയതൊക്കെ ലക്ഷറീസ് ആയിട്ടുള്ള സ്പോട്ടിലല്ല. അങ്ങനെയുള്ളപ്പോ ഞാൻ എന്തിനാ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരിടത്ത് കൊണ്ടുവന്നേന്നാകും അല്ലേ? ഐഷു, തനിക്കൊരു കാര്യം അറിയോ? നമ്മൾ തമ്മിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു സിമിലാരിറ്റി കൂടിയുണ്ട്, പറയട്ടെ? പറഞ്ഞു. എനിക്കും തന്നെ പോലെ ഈ നാടൻ ഫുഡൊക്കെ തന്നെ ഇഷ്ടം. അതുകൊണ്ടാ ഇന്നത്തെ ലഞ്ച് ഇവിടെ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചേ. പിന്നെ എൻ്റെ അറിവിൽ നല്ല നാടൻ കേരള ഡിഷസ് ഒക്കെ കിട്ടുന്ന ഒരേ ഒരു റെസ്റ്റോറൻറ്റ് ഇതാണ്. തള്ളല്ല കേട്ടോ, അത് തനിക്ക് വഴിയെ മനസ്സിലാവും. പിന്നെ നമ്മുടെ ഓരോ ഡേറ്റും വളരെ സ്പെഷ്യൽ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്പോട്ട് ചൂസ് ചെയ്തത്. എങ്കിൽ പിന്നെ സമയം കളയാതെ എന്താന്ന് വെച്ചാൽ ചൂടോടെ ഓർഡർ ചെയ്തു. ഗൗതം, എന്താണ്? താങ്ക് യു. എന്തിനു? അത് പപ്പയും മമ്മിയും ഉള്ളപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചിട്ടുള്ളത്. അവരോടൊപ്പമുള്ള മെമ്മറീസിൽ എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ഇവിടെയാണ്. കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം അത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ കഴിക്കുമ്പോഴല്ലേ അത് ശരിക്കും ടേസ്റ്റി ആകുന്നത്.
എനിക്കവരെ രണ്ടുപേരും മിസ് ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരും. ഒറ്റയ്ക്കാണെങ്കിലും ഇവിടെ വന്ന് കഴിക്കാനിരിക്കുമ്പോൾ അവരെൻ്റെ കൂടെ ഉള്ളത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഗൗതം, നീ എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ കൂടെ ഉള്ളപ്പോൾ ഒന്നുമില്ല. ഐഷു, നീ എന്തായി ആലോചിച്ചിരിക്കുന്നേ? കഴിക്കാൻ നോക്കും. എനിക്ക് മതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോ. ആ, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. ഷുവർ. ഐഷു, ചെല്ല്, കൊണ്ടാക്കിട്ട് വാ. എന്തിന്? ഐശ്വരി, നിന്ന് ചെളുങ്ങാതെ ചെല്ലാൻ നോക്ക്. എന്നാ ഞാൻ പോകോ ഐശ്വര്യ? എന്താടോ? ഏയ്, ഒന്നുമില്ല. എന്നാ ശരിയടോ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നാളെ ഈവനിങ് ഒരു പാർട്ടി ഉണ്ട്. കമ്പനിയുടെ പാർട്ടി ഹാളിൽ വെച്ച് തന്നെയാണ്. ഒരു പ്രോജക്റ്റ് സക്സസ് പാർട്ടി. ഫാമിലിക്ക് അറ്റൻഡ് ചെയ്യാം. സോ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ വരണം. പിന്നെ ഞാനൊന്നും വരുന്നില്ല, നിങ്ങൾ തന്നെ അങ്ങ് പോയാൽ മതി. ലാസ്റ്റ് ഒരു പാർട്ടിക്ക് നിങ്ങളുടെ കൂടെ വന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് നിങ്ങളുടെ കൊളീഗ്സിനെ കണ്ടപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ പോയി. ഞാൻ അവിടെ പോസ്റ്റായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ വരുന്നില്ല, നിങ്ങൾ തനിയെ അങ്ങ് പോയാൽ മതി. അതിന് നീ മനുഷ്യന്മാരോട് സംസാരിക്കുന്നത് എൻ്റെ പ്രോബ്ലമാണ്. പിന്നെ പരിചയമില്ലാത്ത ആൾക്കാരോട് എങ്ങനെയാ സംസാരിക്കുന്നത്? അതിന് അങ്ങോട്ട് പോയി പരിചയപ്പെടണം, അല്ലാതെ മനുഷ്യന്മാരെ കണ്ട ഒരു മൂലയ്ക്ക് പോയി ഇരിക്കുകയല്ല വേണ്ട. ഞാൻ അങ്ങനെയാണ്, എനിക്കതാ ഇഷ്ടം. അത് നിങ്ങൾക്കും അറിയാലോ. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. എടി, അന്നത്തെ പോലെ അല്ലല്ലോ ഇന്ന്. ഐഷു ഇല്ലേ, പിന്നെന്താ? ഏയ്, ഞാനൊന്നും വരുന്നില്ല. അത് പറഞ്ഞാൽ പറ്റില്ല. മോള് ഇങ്ങോട്ട് വന്ന് പിന്നെ എനിക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇത് നല്ലതായിരിക്കും. പിന്നെ മഹി ഉണ്ടായിരിക്കും അവിടെ. അത് ആൾക്കൊരു സർപ്രൈസ് ആകുമല്ലോ. പക്ഷേ ആശി കൂടില്ലാതെ ഞാൻ എങ്ങനെ ഇച്ചാ വരുന്നേ? ആശി വരില്ല എന്നാര് പറഞ്ഞു? മോളില്ലേ അവൾക്ക് കൂട്ട്, അവള് വരും. എന്താ ആശി, നീ വരില്ലേ? ആ, ആയിഷു ഉണ്ടായതുകൊണ്ട് ഞാൻ വരാം. പിന്നെ ഐഷു, നീയും എൻ്റെ കൂടെ നാളെ പാർട്ടിക്ക് വരുന്നുണ്ടെന്ന് മഹി അറിയണ്ട കേട്ടോ. ആൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. സാർ, ആ വന്നോ? തന്നെ കണ്ടില്ലല്ലോ എന്ന് ഞാനിപ്പോ സൂസനോട് പറഞ്ഞതേ ഉള്ളൂ. ഇതെന്താ സെക്രട്ടറി സാർ വരാൻ വൈകിയേ? ഒന്നും പറയണ്ട മാം, ട്രാഫിക് ബ്ലോക്ക് തന്നെയാണ് വിഷയം.
ആഹാ, ആശയും കൂടെ ഉണ്ടോ? അതെന്തായാലും നന്നായി. എന്തായാലും എനിക്കൊരു കൂട്ടായല്ലോ. ദേവിന്റെ കൂടെ പാർട്ടിക്ക് വരാൻ എനിക്ക് തീരെ താല്പര്യമില്ല. വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നെയാ. എന്റെ പൊന്നെ, എന്നാലെങ്കിലും നീ ആ വീടിന്റെ പുറത്തൊന്നും ഇറങ്ങുമല്ലോ. അത് വിചാരിച്ചിട്ടാ എന്റെ കൂടെ വരാൻ പറഞ്ഞു. ഓ അല്ല, ഇതേതാ ആശി ഈ മോള്? ഓ, ഞാനത് മറന്ന് മാം. ഇത് ആശിയുടെ സിസ്റ്ററാണ്, ഐശ്വര്യ. മോളെ, ഇതാണ് ഈ കമ്പനിയുടെ CEO വാസുദേവ് സാർ. ഇത് സാറിന്റെ വൈഫ് സൂസൻ മാം. അല്ല ലെവിൻ, ആൾ എന്ന് വന്നു നാട്ടിൽ നിന്ന്? ഒരാഴ്ച കഴിഞ്ഞു. ആളിവിടെ വന്നിട്ട് എവിടെയും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാ പാർട്ടിക്ക് കൂട്ടിക്കൊണ്ടുവന്ന്. അതെന്തായാലും നന്നായി, ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റിയല്ലോ. മോളെ പറ്റി ഇവര് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. മോക്കിവിടൊക്കെ ഇഷ്ടമായോ? ആ, ഇഷ്ടായി. മോളെ, ഞങ്ങളെ അന്യരായിട്ട് കാണണ്ട കേട്ടോ. ലിവിൻ എനിക്ക് എൻ്റെ PA മാത്രമല്ല കേട്ടോ, എൻ്റെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ തന്നെയാണ്. അപ്പോൾ ആളുടെ ഫാമിലിയും ഞങ്ങൾക്ക് അതേപോലെ തന്നെയാണ്. അതേ മോളെ, ഇവിടെ ഞങ്ങൾക്ക് അധികം റിലേറ്റീവ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ ഫാമിലി തന്നെയാണ്. ആഹാ, സൂസന് മോളെ വളരെ ഇഷ്ടമായെന്ന് തോന്നുന്നല്ലോ. താൻ അങ്ങനൊന്നും പെട്ടെന്ന് ആളുകളുമായി അടുക്കില്ലല്ലോ. അതെന്ത് പറച്ചില്ല ദേവ്. ഈ മോളെ കണ്ട ആർക്കാ ഇഷ്ടം തോന്നാതിരിക്കുന്നേ? അത്രയ്ക്ക് സുന്ദരിയല്ലേ എന്നെ പോലെ. ആഹാ, ഇത് കൊള്ളാലോ. താൻ തന്നെയാണോ ഇത് പറയുന്നത്? അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ആ, സംശയമുണ്ട്. കേട്ടോ മോളെ, ഇവളങ്ങനെ പെട്ടെന്നൊന്നും ഒരാളെ കാണാൻ നല്ലതാണെന്ന് സമ്മതിച്ചില്ല. ഇവളുടെ കണ്ണില് ഏറ്റവും സൗന്ദര്യമുള്ളത് ഇവൾക്കും ഇവളുടെ മോനുമാണെന്നാണ് വിചാരം. അതുകൊണ്ട് തന്നെ ഈ പാവം ഞാനൊക്കെ പുറത്താ. ദേവ്, നിങ്ങൾ എന്നെ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ എന്റെ മോനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. അല്ല സാർ, ഗൗതം എന്തു പറയുന്നു? ആൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറച്ച് നാളായല്ലോ. കുറച്ച് ദിവസമായി ആളെ പറ്റി ഒരു വിവരമില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കൊടുക്കുന്നില്ല. വർക്ക് റിലേറ്റഡ് ആയി എന്തെങ്കിലും തിരക്കിലായി കാണും. അതൊക്കെ കഴിയുമ്പോൾ ആൾ ഇങ്ങോട്ടേക്ക് വിളിക്കും. അങ്ങനെയാ പതിവ്. ഓ, ലെവിൻ അറിയാലോ, അവൻ ഞങ്ങളെ പോലെയല്ല. എൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ് അവനും. നല്ല ദേഷ്യക്കാരനാണ്. ആളുടെ ഒരു സ്പേസിലേക്ക് കടന്നല്ല കുറച്ച് പാടാ. പക്ഷേ ഒരുപാട് സ്നേഹമുള്ളവനാ. അവൻ ഒരാളെ ഇഷ്ടമായി കഴിഞ്ഞാൽ അയാൾ എത്ര മോശമായാലും അതൊന്നും അവന് വിഷയമല്ല. അതെ അതെ, ആ ഒരു കാര്യത്തിൽ അവൻ എന്റെ മോൻ തന്നെയാണ്. ഐഷു, ദേ മഹി. ചെല്ല്, പോയി സംസാരിക്കും. ആഷി, കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. ഇതെന്താ നിനക്ക് ഇത്ര നാണം? നീ ആളെ കാണാനല്ലേ ഇവിടേക്ക് വന്നത് തന്നെ? നോക്കണ്ട, ഈ പ്രായമൊക്കെ കഴിഞ്ഞ് തന്നെ ഞാനും വന്നേക്കുന്നത്. ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. സോ ചെല്ലാൻ നോക്ക്. അതോ ഞാൻ മഹി ഇങ്ങോട്ട് വിളിക്കണം? വേണ്ട ആഷി, ഞാൻ പൊക്കോളാം. മഹി,
ഇവിടെ അല്ല നിന്നെ, ഇപ്പൊ കാണുന്നില്ലല്ലോ. ആ, ദേ പോകുന്നു. ഇതെന്താ ഇവൻ പുറത്തേക്ക് പോകുന്നേ? ഇവിടെയല്ലേ പാർട്ടി നടക്കുന്നേ? ഹേ മാഹി, താനിത് എവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായി നിന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നെന്ന് അറിയോ? ശില്പ, താൻ കുടിച്ചിട്ടുണ്ടല്ലേ? താനെന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? പിന്നെ വരണ്ടേ? 2 days ആയി നീ എന്നെ കാണാൻ വന്നിട്ട്. ഫോൺ വിളിച്ചാലും എടുക്കില്ല. അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് കുറച്ച് ബിസി ആയിപ്പോയി. ഞാൻ തന്നെ ഫ്ലാറ്റിലേക്ക് വരാം. ഇപ്പൊ ഇവിടുന്ന് പോകും. ഇല്ല, പോവില്ല. ഇപ്പൊ എന്താ എന്നെ കാണാൻ വരാത്ത? എന്നെ എന്താ വിളിക്കാത്ത? മെസ്സേജും അയക്കുന്നില്ല. നിനക്ക് എന്താ പറ്റിയ ബേബി? ശില്പ, ഞാൻ ആകെ വട്ടുപിടിച്ചിരിക്കുക. എന്താ ചെയ്യണ്ടേന്ന് പോലും എനിക്കറിയില്ല. എന്ത് പറ്റി ബേബി? അവള് വന്നിട്ടുണ്ട്. ആരാ ബേബി? ഐശ്വര്യ, എൻ്റെ എക്സ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അവള് ഞങ്ങളുടെ ബോസിൻ്റെ PA ലെവിൻ സാറിൻ്റെ വൈഫിൻ്റെ സിസ്റ്ററാണ്. അവൾ ഞങ്ങളുടെ റിലേഷനെ പറ്റി അവളെ ചേച്ചിയോട് ലെവിൻ സാറിനോട് പറഞ്ഞു. 2 days ബാക്ക് ലെവിൻ സാർ എന്നെ ലഞ്ച് ടൈമിൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവള് അയാളോട് അതെല്ലാം പറഞ്ഞെന്ന്. അയാൾ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എനിക്ക് വേറെ വഴിയില്ലല്ലോ, പോകേണ്ടി വന്നു. എങ്ങനെയും അവളെ ഒന്ന് ഒഴിവാക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. ഇതെല്ലാം ആലോചിച്ചിട്ട് ഒരുമാതിരി വട്ടുപിടിച്ചിരിക്കുക. നീയും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ ശില്പ? പെട്ടെന്ന് അവളെ ബ്രേക്കപ്പ് ചെയ്യ് ബേബി. നിനക്ക് ഞാനില്ലേ? അതെങ്ങനെയാന്നാ ഞാനും ആലോചിക്കുന്നത്. ആലോചിച്ചിട്ട് ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. പെട്ടെന്നൊരു വഴി കണ്ടുപിടിക്കുക ബേബി. നമ്മുടെ ഇടയിലേക്ക് അവൾ വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. നിനക്ക് അവളെ ഇഷ്ടമല്ലല്ലോ ബേബി. പിന്നെന്തിനാ ഇവളെയൊക്കെ ഞാൻ തലയിൽ ചുമക്കുന്നത്? ഒഴിവാക്ക്. നിനക്ക് ഞാനില്ലേ? എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഇവിടെ ഒന്ന് ജോലി ചെയ്യണമെന്നും ഇവിടെ സെറ്റിലാകണമെന്നും. നാട്ടിൽ എൻ്റെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പ്രമോഷൻ കിട്ടും. പക്ഷേ എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കമ്പനിയിലുള്ളപ്പോൾ പെട്ടെന്നൊന്നും അത് നടക്കില്ല. അതിനു വേണ്ടിയിട്ട് കുറേ വർഷം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിക്കതിനുള്ള ക്ഷമയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഐശ്വര്യയെ വളച്ചത്. കാരണം അവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഞങ്ങളുടെ ബോസിൻ്റെ PA ആണ്. സോ പുള്ളിയുടെ റെക്കമെൻഡേഷൻ ഉണ്ടായ എനിക്കിവിടേക്ക് പെട്ടെന്ന് തന്നെ പ്രമോഷൻ കിട്ടും. സോ ഞാൻ അവളെ പോയി പ്രപ്പോസ് ചെയ്തു. കുറച്ച് നാളെന്നെ പുറകെ നടത്തിച്ചെങ്കിലും അവൾ വളഞ്ഞു. അല്ലാതെ എനിക്ക് അവളോട് ദിവ്യപ്രണയമൊന്നുമില്ല. അപ്പോ നീ എന്നെ സ്നേഹിക്കുന്നതും ഇതുപോലെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാണോ ബേബി? ചേച്ചേ, അങ്ങനെയല്ല. ഇപ്പൊ എൻ്റെ ഡ്രീമെല്ലാം ഞാൻ ഫുൾഫില്ല് ചെയ്തില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നത് സിൻസിയറായി തന്നെയാണ്. അവളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ രണ്ടുപേരെ മാരേജ്. എന്ത്? Wow, you're so sweet baby.
ഐഷു, ഇതെന്താ നിന്റെ കണ്ണ് ചുമന്ന് കിടക്കുന്നേ? നീ കരഞ്ഞോ? ആഷി, നമുക്ക് വീട്ടിൽ പോകാം. ഐഷു, നിനക്ക് എന്താടി പറ്റിയേ? പ്ലീസ് ആഷി, നമുക്ക് പോകാം. നീ ചായ വിളിക്ക് പ്ലീസ്. ഓക്കെ, നീ കാറിന്റെ അടുത്തേക്ക് ചെല്ല്. ഞാൻ ചേനെ വിളിച്ചിട്ട് വരാം. ഹലോ, ഓക്കെ സാർ, ഞാൻ ഇതാ വരുന്നു. ആശി, താൻ ഐഷുവിനെ കൊണ്ട് അകത്തേക്ക് പൊക്കോ. വാസുദേവ് സാറാണ് ഇപ്പോൾ വിളിച്ചത്. എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. ആ, ഐഷു, ആഷി അവനെന്നെ ചതിക്കാറ്. അവന്റെ ആവശ്യത്തിന് വേണ്ടി എന്നെ യൂസ് ചെയ്യുമായിരുന്നു. ഞാൻ അവനെ എന്തുമാത്രം സ്നേഹിച്ചു, വിശ്വസിച്ചു. പക്ഷെ അവൻ... ഐഷു, നീ നീ ആരെ പറ്റിയാ പറയുന്നേ? മഹിയാണോ? അവനെ എന്നെ ചതിച്ച. അവനവന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്നെ യൂസ് ചെയ്യുമായിരുന്നു ആശി. ഇതൊന്നും അറിയാതെ ഞാൻ അവനെ സ്നേഹിച്ച് അവനെന്നെ പൊട്ടിയാക്കിയില്ലേ. ഐഷു, നീ തെളിച്ചു പറ, എന്താ ഉണ്ടായേ? അവൻ ഇത്രയ്ക്കും വൃത്തികെട്ടവനാണെന്ന് ഞാൻ വിചാരിച്ചില്ല ആശി. അപ്പോ അവൻ ഇതുവരെ എന്റെ മുന്നിൽ അഭിനയിക്കുവായിരുന്നല്ലേ. എന്നിട്ട് അതുപോലെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. അവനെ പോലൊരു ഫ്രോഡിനെ സ്നേഹിച്ച് തോർത്തിട്ട് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു ആശി. ഐഷു, നീ ഫസ്റ്റ് കരച്ചിലൊന്ന് നിർത്ത്. നീ പറഞ്ഞ പോലെ ആ ഫ്രോഡിന് വേണ്ടി നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അതിനുള്ള യോഗ്യത പോലും അവനില്ല. നിന്നെ അവൻ ഡിസേർവ് ചെയ്യുന്നില്ല ഐഷു. അവന് വേണ്ടിയിട്ട് ഇനി നീ കരയരുത് പ്ലീസ്. അവനെ ഓർത്ത് ഞാൻ എന്തിനു കരയണം ആശി? അവനെ ചതിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന് കൊടുത്തില്ലേ, അതോർത്താ ഞാൻ ഈ കരയുന്നത്. അന്ന് എൻ്റെ ഗൗതം എന്നോട് പറഞ്ഞേ അവനൊരു ഫ്രോഡാണെന്ന്. എന്നിട്ടും എൻ്റെ തലയിൽ അതൊന്നും കേറിയില്ലല്ലോ കർത്താവേ. ഇവനെ പോലൊരു ഫ്രോഡിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ എൻ്റെ ഗൗതമിനെ വിഷമിപ്പിച്ച്. അവനെന്നെ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടും ഞാൻ അവനെ എന്തൊക്കെ പറഞ്ഞ് ഹർട്ട് ചെയ്തു. അവൻ എന്നോടുള്ള പ്രണയത്തെ എത്രയൊക്കെ മോശമായി പറയാമോ അത്രയൊക്കെ ഞാൻ പറഞ്ഞില്ലേ. സോറി ഗൗതം, ഐ ആം റിയലി സോറി. ഐഷു, നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? ആരേ ഗൗതം? ഐഷു, നീ കരച്ചിലൊന്നും നിർത്തിയിട്ട് എന്താ കാര്യം എന്ന് പറ. ആരേ ഗൗതം? അപ്പോ എന്നോട് പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടല്ലേ? നിനക്കതൊക്കെ എന്നോട് പറയാൻ ഇഷ്ടമല്ലെങ്കിൽ നീ പറയണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. ആശി, നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? നീ വിചാരിക്കും പോലെ അല്ല ആശി. ഞാൻ പറയാം. ഞാൻ ഇവിടേക്ക് വരുവാന്ന് പറഞ്ഞ് വിളിച്ചപ്പോ താൻ ചോദിച്ചില്ലേ എന്താ സംഭവിച്ചെന്ന്. ഞാൻ എന്തിനാ കരഞ്ഞതെന്ന്. ക്ലാസ് പാതി നിർത്തി ഇവിടേക്ക് വരുന്നത് എന്തിനാന്ന്. ഇതിൻ്റെയൊക്കെ കാരണം ഒന്നേ ഉള്ളൂ, അത് ഗൗതമാണ്. ഇത്രയും നാള് ഞാനൊന്നും നിന്നോട് പറഞ്ഞിട്ടില്ല ആശി. ഇനിയെങ്കിലും എനിക്ക് നിന്നോട് ഇതൊക്കെ പറയണം. ഗൗതം
ഗൗതം ആരാന്ന് നീ ചോദിച്ചല്ലേ? ഐഷു, ഇത്രയൊക്കെ നടന്നിട്ടും നീ എന്നാ ഇതുവരെ എന്നോട് പറയാതിരുന്നേ? അതാശി, എനിക്കിപ്പോ ഗൗതം എന്നോട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. നിനക്ക് അപ്പോൾ ഗൗതമിനെ ഇഷ്ടമല്ലായിരുന്നു? ഓക്കെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഐഷു, നീ എന്നെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലേ ഇവിടേക്ക് വന്നത്. ഞാൻ അടുത്തുണ്ടായിട്ടും നീ എന്തോ കാര്യത്തിൽ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഞാനിത് ഇച്ചായനോട് ഷെയർ ചെയ്തായിരുന്നു. ആൾക്കും എൻ്റെ അതേ അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. നീയായിട്ട് പറയുമ്പോൾ പറയട്ടെ, എന്താ കാര്യമെന്ന് ചോദിച്ച് നിന്നെ സങ്കടപ്പെടുത്തണ്ടെന്ന് ഇച്ചായനാ പറഞ്ഞേ. നീ എന്ന മഹിയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ കരുതി നിന്റെ ഈ സങ്കടത്തിനെല്ലാം റീസൺ അതായിരിക്കും. പക്ഷേ മഹി നിന്നെ ഇവിടെ കാണാൻ വന്നതിൻ്റെ അന്ന് നിന്റെ മുഖത്ത് പ്രത്യേകിച്ചൊരു മാറ്റവും എനിക്ക് കാണാൻ പറ്റിയില്ല. മഹി നിന്റെ കൂടെ ഉണ്ടായിട്ടും വേറെന്തോ ഒരു കാര്യം നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മഹി നിന്നെ അന്ന് വന്ന് കണ്ടിട്ട് പോയിട്ടും നിനക്ക് പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടായതായി എനിക്ക് തോന്നിയില്ല. നീ പഴയ പോലെ തന്നെയായിരുന്നു. നീ എൻ്റെ അടുത്തേക്ക് വന്നതിനോ അല്ലെങ്കിൽ നീ ഇങ്ങനെ വിഷമിക്കുന്നതിനോ ഇതിൻ്റെ ഒന്നും റീസൺ അതൊരിക്കലും മഹിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. നീ ഇപ്പം എൻ്റെ മുന്നിൽ കരഞ്ഞത് മഹി നിന്നെ ചീറ്റ് ചെയ്ത് എന്നതുകൊണ്ട് മാത്രമല്ല, അവന് വേണ്ടിയിട്ട് നീ ഗൗതമനെ മിസ് ചെയ്തല്ലോ എന്നോർത്താ. ഇതിനൊക്കെ ഒരർത്ഥേ ഉള്ളൂ യേശു. നീ ഗൗതമനെ സ്നേഹിക്കുന്നു. അതേ യേശു, നീ ഗൗതമനെയാണ് സ്നേഹിക്കുന്നേ. അവനെ സങ്കടപ്പെടുത്തിയതോർത്താ നീ ഇപ്പോൾ കരഞ്ഞേ. മഹിയോട് നിനക്കുള്ളത് അത് നീ വിചാരിക്കും പോലെ ലവ് അല്ല. പപ്പ, മമ്മ, ഞങ്ങൾ ആരുമില്ലാത്ത ആ നാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന നിന്റെ ലൈഫിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി മാത്രമാണ് മഹി. നിന്റെ ഒറ്റപ്പെടലുകളിൽ നിന്ന് പുറത്തു വരാൻ നീ ഡിപ്പെൻഡ് ചെയ്തൊരു പേഴ്സൺ, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഡേറ്റ് ചെയ്തെന്നുള്ളത് ശരിയാണ്. ഡേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരാളെ മാത്രമേ നമ്മൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യും. ചിലപ്പോൾ ചൂസ് ചെയ്തുകൂടാനും വരാം. ഡേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കൊരാളുടെ സ്വഭാവം, ആളെങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ ഒരു പെണ്ണിന് ഒരു പയ്യനെ ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു പെണ്ണിനും പെട്ടെന്നൊരാണിനോട് ഫീലിങ്സ് തോന്നില്ല യേശു. ഞാൻ പറഞ്ഞില്ലേ, അതിന് കുറേ കാരണങ്ങളുണ്ട്. നമ്മുടെ ഏതവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന, നമ്മുടെ മുഖമൊന്ന് മാറിയാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന, മറ്റൊന്നിനു വേണ്ടിയും നമ്മളെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, ഇതുപോലെ ഒരുപാട് കാരണങ്ങളുണ്ടാവും ഒരു പെണ്ണിന് ഒരാണിനോട് ഇഷ്ടം തോന്നാൻ. ചിലപ്പോൾ ഇതൊക്കെ മഹി ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഒന്നൊഴിച്ച് അവൻ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല യേശു. അവൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുമായിരുന്നു. അതിനെ പ്രണയം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു കമ്പാരിസൺ അല്ല യേശു. നീ ഫസ്റ്റ് ഗൗതമിനെ കണ്ടപ്പം തൊട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്ക് മഹിയോട് തോന്നാത്ത എന്തോ ഒരു ഫീലിങ്സ് അത് നിനക്ക് ഗൗതമിനോട് തോന്നിയിട്ടില്ല? ആദ്യമൊക്കെ അവനെ കാണുന്നത് തന്നെ വെറുപ്പായിട്ടുള്ള നിനക്ക് പതിയെ പതിയെ അവൻ്റെ പ്രസൻസ് നീ ഇഷ്ടപ്പെട്ടു തുടങ്ങിയില്ലേ? നിനക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടില്ലേ? നീ വിചാരിച്ച പോലെ ഗൗതം അത്ര മോശമല്ല എന്നത് നീ അക്സെപ്റ്റ് ചെയ്തില്ലേ? അവൻ്റെ കൂടെ ഉള്ളപ്പോൾ നീ ഒരുപാട് സന്തോഷിച്ചിട്ടില്ലേ?
നീ അവനോട് മോശമായിട്ട് സംസാരിച്ചിട്ടും അതൊക്കെ ക്ഷമിച്ച് അവൻ വീണ്ടും നിന്റെ കൂടെ ഉണ്ടായിട്ടില്ലേ? നിന്റെ ഒരു ചെറിയ വേദനയിലും അവൻ്റെ നെഞ്ച് പിടഞ്ഞില്ലേ? ഇന്ന് വാസുദേവ് സാറ് പറഞ്ഞത് നീയും കേട്ടില്ലേ? ഗൗതമന് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളിൽ എന്ത് തെറ്റുണ്ടെങ്കിലും അയാളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. അങ്ങനെയൊക്കെ ആർക്കാ ഐഷു പറ്റുന്നേ? അവൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് എന്നേക്കാളും നന്നായി നിനക്കറിയില്ല ഐഷു. പക്ഷേ അതൊക്കെ നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് മഹി ഉണ്ടായതുകൊണ്ടാണ്. അവനെ നീ ചീറ്റ് ചെയ്യുകയാണെന്ന് നിനക്ക് തോന്നിയത് കൊണ്ടല്ലേ? ഗൗതമനോടുള്ള നിന്റെ ഇഷ്ടം മറച്ചു വെച്ച് നീ അവിടെ ഓടി ഒളിക്കാൻ നോക്കി. ഇവിടെ വന്നിട്ടും നിനക്കതിന് കഴിഞ്ഞു ഇല്ല. നീ മഹിയോട് കൂടെ ഉള്ളപ്പോൾ നിനക്കതിന് കഴിഞ്ഞു ഇല്ല. നീ ഇപ്പോൾ കരഞ്ഞതുപോലും അത് ഗൗതമനെ നഷ്ടപ്പെടുത്തി കളഞ്ഞതുകൊണ്ടല്ലേ? ഇത്രയൊക്കെ നടന്നിട്ടും നിനക്ക് എന്താ ഇഷ്യൂ മനസ്സിലാകാത്തെ? യു ലവ്സ് ഹിം, യുവർ ഹാർട്ട് ഓൺലി വാണ്ട്സ് ഹിം, നോട്ട് മഹി. ഐഷു, അവനെ പോലെ നിന്നെ സ്നേഹിക്കാൻ വേറെ ആർക്കാടി പറ്റുന്നേ? നീ അന്ന് അത്രയും പറഞ്ഞിട്ടും അവൻ മാറിത്തന്നത് അത് നിനക്ക് വേണ്ടിയിട്ടല്ലേ? നിന്നെ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ? നീ ഒരിക്കലും വിഷമിക്കരുതെന്ന് കരുതിയല്ലേ? ഐഷു, അവൻ ആ എഗ്രിമെന്റ് വെച്ച് എന്തൊക്കെ ചെയ്യായിരുന്നു? എന്നിട്ട് അങ്ങനെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവന് നീ എങ്ങനെയുള്ള ആളാണെന്നറിയണം, നിന്റെ ഇഷ്ടങ്ങൾ എന്താണെന്നറിയണം. മോസ്റ്റ് വൺ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി. ഐഷു, ഇനിയെങ്കിലും പറ, നിനക്ക് ഗൗതമനെ ഇഷ്ടമല്ലേ? അതെ, ഐ ലവ് ഹിം. എനിക്ക് ഗൗതമിനെയാണ് ഇഷ്ടം. I love you, Gautam. I love you so much. And I miss you. ആശി, എനിക്ക് എൻ്റെ ഗൗതമനെ വേണം ആശി. എനിക്ക് എൻ്റെ ഗൗതമനെ വേണം. അവനില്ലാതെ എനിക്ക് പറ്റില്ല ആശി. ഇത്രയും ദിവസം അവനില്ലാതെ എനിക്ക് വട്ടുപിടിക്കുന്ന പോലെ തോന്നി. എനിക്ക് ഗൗതമില്ലാതെ പറ്റില്ല ആശി. എനിക്ക് ഗൗതമിനെ കാണാം ആശി. എനിക്ക് ഗൗതമിനെ കാണാം. എനിക്കിനി ഇവിടെ നിൽക്കണ്ട ആശി. ഞാൻ നാട്ടിലേക്ക് പോകും. നാളത്തേക്ക് തന്നെ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ആശി. പ്ലീസ്, എനിക്ക് ഗൗതമിനെ തരണം. ഐ ലവ് ഹിം. ഐഷു, നീ ഇങ്ങനെ കരയാതെ മോളെ. ആശി പ്ലീസ്, എനിക്കിനി ഇവിടെ നിൽക്കണ്ട. എനിക്ക് ഗൗതമിനെ കാണാം ആശി. പ്ലീസ്, ടിക്കറ്റ് ബുക്ക് ചെയ്യും. ഐഷു, നീ ആദ്യം കരച്ചിലൊന്ന് നിർത്ത്. ടിക്കറ്റ് ബുക്ക് ചെയ്യാം ആശി. എനിക്ക് എനിക്ക് ഗൗതമിനെ കാണണം. ഓക്കെ, ബുക്ക് ചെയ്യാം. ഞാൻ കൂടെ വരണം. ഞാൻ വന്ന് സംസാരിക്കാം ഗൗതമനോട്. വേണ്ട ആശി, ഞാൻ തനിയെ പൊക്കോളാം. അത് മതി. ഞങ്ങളുടെ ഇടയിലുള്ള പ്രോബ്ലംസ് ഉടനെ പറഞ്ഞു തീർക്കണം. ഇനിയും ഞാനൊന്നും ചെയ്തില്ലേ എനിക്ക് വട്ടുപിടിക്കും. നാളത്തേക്ക് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ആശി, പ്ലീസ്. ചെന്നുടനെ തന്നെ ഗൗതമനെ കണ്ട് എല്ലാം സംസാരിക്കണം. ഇനി നീട്ടിക്കൊണ്ട് പോകണ്ട. സംസാരിക്കാം. പിന്നെ ആശി, ഗൗതമിനെ പറ്റി ഇപ്പം ഇച്ച ഒന്നും അറിയണ്ട. ഞാൻ പോയി കഴിഞ്ഞ് നീ സമയം പോലെ പറഞ്ഞാൽ മതി, പ്ലീസ്. ഓക്കെ. ഇനി ഇങ്ങനെ കരഞ്ഞു തൂങ്ങിയിരിക്കാനാണോ പാവം? ഒന്ന് ചിരിക്കണോ?
എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഐഷു. കെട്ടി കൂടെ കൂട്ടണമെന്നുണ്ട് എൻ്റെ ജീവന്റെ പാതിയെ. നീ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഒരുത്തനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അത്രയ്ക്ക് നാണമില്ലാത്തവനായി മാറി ഞാൻ നിന്റെ കാര്യത്തിൽ. നീ വേദനിച്ചാൽ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് എന്നെ ആയിരിക്കും. എൻ്റെ ഫീലിങ്സ് എന്താന്ന് നീ മനസ്സിലാക്കുന്നില്ലേടി. ഐ ലവ് യു ഐഷു, ഐ ലവ് യു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയ ഒരുത്തി അത് നീയാടി. നീ അല്ലാണ്ട് മറ്റൊരുത്തിയോടും ഇനി അത് തോന്നത്തുമില്ല. ഇത് എൻ്റെ ഉറപ്പാണ്. ഇന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതിന്റെ റീസൺ അത് നീ പറയും പോലെ ലസ്റ്റ് അല്ല, ഇറ്റ്സ് ലവ്. നീ പറഞ്ഞ പോലെ ഞാൻ നിന്നെ ഇനിയും ഇറിറ്റേറ്റ് ചെയ്യും, ടോർച്ചർ ചെയ്യും. ബിക്കോസ് എനിക്ക് നിന്നെ വേണം ഇഷു. ഇനി അങ്ങോട്ട് ഞാനുണ്ടാകും തൻ്റെ കൂടെ എപ്പോഴും. ഞാൻ ഒരിക്കലും തന്നെ വിട്ടിട്ട് പോവില്ല, ഒരിക്കലും. ഇതെന്താ ചായ ബീച്ച് റോഡിലേക്ക് പോകുന്ന? അത് ഒരാളെ അത്യാവശ്യമായിട്ട് കാണാനുണ്ട്. ആരെ? അത് അവിടെ ചെല്ലുമ്പോ മനസ്സിലാവുമല്ലോ. ഇച്ച ഞാനും വരണോ? വരണം. ഹലോ, ആ നിങ്ങൾ എത്തിയോ? ഇതെന്തിനാണെന്ന് മനസ്സിലായോ? ഞാൻ ഇവളുടെ ഇച്ഛാനാണെന്ന് അറിഞ്ഞിട്ട് എൻ്റെ പെങ്ങളോട് ഇമാതിരി തോന്നിയാസം കാണിച്ചതിന്. രണ്ടെണ്ണം കൂടി തരണമെന്നുണ്ട്. പക്ഷേ ഞാനത് ചെയ്യാത്തത് നിന്നെ പോലെ ഒരുത്തനെ തല്ലി എൻ്റെ കൈ ഞാൻ എന്തിനാ ചീത്തയാക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലായിരുന്നേൽ ഞാൻ ആരാണെന്നുള്ളത് നീ ശരിക്കും അറിഞ്ഞേനെ. ഐഷു, ഇവനെ പോലെ ഒരു ഫ്രോഡ് നിന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ടും നീ പ്രതികരിക്കാതെ പോയ അതിന്റെ നാണക്കേട് നമ്മുടെ കുടുംബത്തിന്. സോ പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്ത്, കൊടുക്കാനുണ്ടെങ്കിൽ അതും കൊടുത്ത് തീർത്തിട്ടൊക്കെ വന്നാൽ മതി. ഇഷ്ടംപോലെ സമയമുണ്ട് അല്ലേടോ? അതെ, ഒരുപാട് സമയമുണ്ട്. സോ യു ക്യാരി ഓൺ. ഞങ്ങൾ രണ്ടുപേരും കാറിലുണ്ടാവും. ഐശ്വര്യ, ഇവിടെ എന്തൊക്കെയായി നടക്കുന്നേ? നിന്റെ ഇച്ഛായൻ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ നിന്നോട് എന്ത് ചെയ്തെന്നാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതെയോ? അതോർത്ത് വിഷമിക്കണ്ട കേട്ടോ. ഞാനല്ലേ ഇവിടെ നിൽക്കുന്നേ. എല്ലാം ഞാൻ വളരെ വിശദമായി പറഞ്ഞുതരാട്ടോ. ഇന്നലെ ജീവി ഗ്രൂപ്പ്സിൽ നടന്ന പാർട്ടിക്ക് ഞാനും വന്നിട്ടുണ്ടായിരുന്നു വിജയന്റെ കൂടെ. അവിടെ വെച്ച് ഞാനൊരു കാഴ്ച കണ്ടു, തികച്ചും അൺഎക്സ്പെക്റ്റഡ്. ഇങ്ങനെ കണ്ണു തള്ളാതെ നീ ബാക്കിയോട് പറയട്ടെ. അല്ല, ഞാനവിടെ പറഞ്ഞു നിർത്തിയേ.
അൺഎക്സ്പെക്റ്റഡ്. ഞാൻ ഇത്രയും നാള് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചേച്ചി ഒരു തിരുത്തം കേട്ടോ. നീ വിചാരിക്കുമ്പോഴേ എനിക്ക് നിന്നോട് ദിവ്യ പ്രണയമൊന്നുമില്ല. അത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. എനിവേ, നീ എന്നെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ അടുത്ത് അഭിനയിച്ചതിന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇച്ഛായം വഴി ജീവി ഗ്രൂപ്പ്സിൻ്റെ ഇവിടുത്തുള്ള ബ്രാഞ്ചിൽ കയറിപ്പറ്റുക അല്ലേ? ഇതെല്ലാം നീ ഇതിനെ മറ്റോളോട് പറയുന്നേ ഞാൻ ഇന്നലെ കേട്ടായിരുന്നു. മോശം പറഞ്ഞൂടാ കേട്ടോ. നിന്റെ ഈ പ്ലാനിങ് വളരെ നന്നായിരുന്നു. അപ്പോൾ നീയെല്ലാം കേട്ടല്ലേ? അതേടി, ഇതെല്ലാം എൻ്റെ പ്ലാൻ തന്നെയായിരുന്നു. എനിക്ക് നിർത്തടാ, നിന്റെ കുമ്പസാരം കേൾക്കാനല്ല ഞാനിവിടെ വന്നേ. നിന്നെ പോലൊരു ഫ്രോഡിനെ വിശ്വസിച്ചതോർത്ത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. പിന്നെ തെറ്റു പറ്റാത്ത ഒരു മനുഷ്യന്മാർ പോലും ഇല്ലല്ലോ. ഞാൻ ഇതങ്ങനെ കരുതിക്കൊള്ളാം. പിന്നെ നീ ജയിച്ചെന്ന് വിചാരിക്കണ്ട. ഇച്ഛായനോട് ഒരു വാക്ക് പറഞ്ഞാൽ നിന്റെ ജോലിയുടെ കാര്യത്തിൽ തീരുമാനമാകും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം നിന്റെ ഇവിടുത്തെ ജോലി എൻ്റെ ഔദാര്യമാണെന്ന് കൂട്ടിക്കും. ഇതിനു വേണ്ടിയിട്ടല്ലേ നീ ഇത്രയും തെണ്ടിത്തരം കാണിച്ചു കൂട്ടി. ഇനി ഒരിക്കലും ഈ തിരുമോന്ത കാണാൻ കഴിയല്ലെന്നാ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. എന്നാ പോട്ടേടാ മോനെ. പോടാ. എക്സ്ക്യൂസ് മീ, ഗൗതം ഉണ്ടോ? യു മീൻ ഗൗതം സാർ? അതെ, എനിക്ക് ഗൗതമനെ ഒന്ന് കാണണമായിരുന്നു. സോറി മാം, അതിന് അപ്പോയിൻമെൻ്റ് എടുക്കണം. ഇത് ഒഫീഷ്യൽ അല്ല. എന്തായാലും ഇപ്പോൾ കാണാൻ കഴിയില്ല. സോ പ്ലീസ് ലീവ് ഹിയർ. ഞാൻ കണ്ടിട്ടേ പോകും. സോ ഞാൻ എം കഫേയിൽ വെയിറ്റ് ചെയ്യാം. ഗൗതം ഇറങ്ങുമ്പോൾ നേരെ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാൽ മതി. ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ? സാർ, സാറിനൊരു വിസിറ്റർ ഉണ്ടായിരുന്നു. എന്നിട്ട് എവിടെ? അതവര് എം കഫേയിൽ വെയിറ്റ് ചെയ്യാന്നാ പറഞ്ഞു. ആളുടെ പേര് പറഞ്ഞോ? ഇല്ല സാർ. പിന്നെ അതൊരു പെൺകുട്ടിയായിരുന്നു. പിന്നെ സാറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആളാണെന്നാ പറഞ്ഞത്. ഗൗതം നിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഗൗതം, എനിക്ക് പറയാനുള്ള എന്താണെന്ന് കേട്ടിട്ട് പോ പ്ലീസ്. ശേ, ഗൗതം, എനിക്ക് സംസാരിക്കണം. ഗൗതം, ഞാൻ പറഞ്ഞു കേട്ടില്ലേ, എനിക്ക് സംസാരിക്കണമെന്ന്. ഗൗതം, എനിക്ക് സംസാരിക്കണം പ്ലീസ്.
എനിക്കൊന്നും സംസാരിക്കാനില്ല. അതിന് നീയൊന്നും സംസാരിക്കണ്ട, എനിക്ക് സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞേ. എനിക്കൊന്നും കേൾക്കണ്ട, പോകാൻ നോക്ക്. ഇല്ല, എനിക്ക് പറയാനുള്ളത് പറയാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. എന്നോടന്ന് സംസാരിച്ചത് എന്റെ അനുവാദം മേടിച്ചിട്ടാണോ? സോ ഞാൻ എനിക്ക് പറയാനുള്ള പറഞ്ഞിട്ടേ പോകും. എന്താ നിനക്ക് പറയാനുള്ളത്? ആ, അത് ഗൗതം, ഐ എം സോറി. ഫോർ വാട്ട്? എല്ലാത്തിനും. ഞാനെന്ന് പറഞ്ഞത് നിനക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഐ ആം റിയലി സോറി ഗൗതം. പാസ്റ്റ് ഈസ് പാസ്റ്റ്. സോ വേറൊന്നുമില്ലേ, പോകാം. ഞാൻ പറഞ്ഞു തീർന്നില്ല ഗൗതം. ഞാൻ ചേച്ചിയുടെ അടുത്തായിരുന്നു UK. ഇന്നലെയാ വന്നേ. അവിടെ വെച്ച് ഞാൻ മഹിനെ കണ്ടായിരുന്നു. ഗൗതം, ദേഷ്യപ്പെടല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ എന്തിനു ദേഷ്യപ്പെടണം? ദേഷ്യപ്പെടാൻ മാത്രമുള്ള ബന്ധമൊക്കെ നമുക്കിടയിലുണ്ടോ? കൂടുതൽ ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആകണ്ട. ഇല്ല. സോ എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോകാൻ നോക്ക്. ഗൗതം, എന്നെ അത്രയ്ക്കും വെറുത്തുപോയോ? അറിയാം, ഞാൻ അത്രയ്ക്കും നിന്നെ വിഷമിപ്പിച്ചിട്ടില്ല. ഇത് ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഗൗതം, നീ പറഞ്ഞ ശരിയാ. മഹി അവനെന്നെ ചീറ്റ് ചെയ്യുമായിരുന്നു. അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്നെ യൂസ് ചെയ്യുമായിരുന്നു. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. നീ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നെങ്കിൽ. സാരമില്ല, അവനെ ഞാൻ വിശ്വസിച്ചതിനുള്ള ശിക്ഷയാണിത്. ഐ എം സോറി ഗൗതം. എനിക്ക് സോറി? അതിൻ്റെ ആവശ്യമില്ല. ഉണ്ട് ഗൗതം, ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മഹി അവനിനി എനിക്ക് ആരുമല്ല. അവനുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച ഞാൻ ഇവിടേക്ക് തിരിച്ചു വന്നേ. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? നീ നിന്റെ മറ്റവനുമായി ബ്രേക്കപ്പായി ഞാനെന്ത് വേണം? അവന് നിന്നെ വേണ്ട. സോ യു ആർ ഫ്രീ നൗ. അതുകൊണ്ട് ഞാൻ വീണ്ടും നിന്റെ പുറകിൽ വരണം. അതാണോ നിനക്ക് വേണ്ടേ? അവന് നിന്നെ വേണ്ടാതെ വന്നപ്പോഴാകും നിനക്ക് എന്നെ ഓർമ്മ വന്നേ. അല്ലാതെ നിനക്ക് എന്നോട് ഒരു ഫീലിങ്സ് ഉണ്ടായിട്ട് വന്നതല്ലല്ലോ. എന്നെപ്പോലെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർക്ക് ഇവിടെ ഒരു റോഡുമില്ല. അവനെപ്പോലുള്ള ഫ്രോഡുകളെ മതി എല്ലാവർക്കും. ഒരുത്തം പോയപ്പോൾ നിനക്ക് മറ്റൊരുത്തനെ വേണം. അതിനല്ലേ നീ എൻ്റെ അടുത്തേക്ക് വന്നേ. നിന്നെപ്പോലുള്ളവളുമാർക്ക് ഏതേലും ഒരു ആണിനെ വേണം. അത് ഇത് ഐശുവിൻ്റെ ഫോണല്ലേ? കുറെ നേരമല്ല അടിക്കാൻ തുടങ്ങിയിട്ട്. എടുക്കണോ? വേണ്ട. ഐഷു, എന്തായി? നീ ഗൗതമിനോടെല്ലാം പറഞ്ഞോ? ആട്ടെ, എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ആളുടെ റിയാക്ഷൻ എന്തായിരുന്നു? ആള് ഷോക്കായിട്ടുണ്ടാകും അല്ലേ? അവിടെ എല്ലാം ഓക്കെ ആക്കിയിട്ട് നീ എന്നെ വിളിക്കാന്നല്ല പറഞ്ഞേ. എനിക്കാണെങ്കിൽ അവിടുത്തെ കാര്യം എന്താണെന്നറിയാതെ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വിളിച്ചത്. ഇങ്ങനെ നാണിച്ചിരിക്കാതെ എല്ലാം വിശദമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞേ. ഹലോ ഐഷു, നീ കേൾക്കുന്നില്ലേ? ഐഷു, ഐഷു, ആർ യു ദേർ? ഹലോ ഐഷു. ഹലോ. ഇത് ആരായി സംസാരിക്കുന്നേ? ഞാനാ, ഗൗതം. ഗൗതം, നിങ്ങളിതെവിടാ? ഐഷു എന്തിയെ? ആക്ച്വലി അവൾ കുറച്ചു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു.
ഫോൺ ഇവിടെ വെച്ച് മറന്നു. പിന്നെ ഇത്രയും ലേറ്റ് ആയില്ലേ, സോ ഫോൺ നാളെ കൊണ്ടുപോയി കൊടുക്കാന്ന് വെച്ചു. ഓ അങ്ങനെ. എങ്കിൽ ശരി ഗൗതം, ഞാൻ വെക്കുക. വെക്കല്ലേ? ഐശുവിൻ്റെ ചേച്ചിയല്ലേ? അതെ, ആശി. അത് പിന്നെ ചേച്ചി എന്തോ പറഞ്ഞായിരുന്നല്ലോ ആദ്യമേ, ലൈക്ക് എന്നോടെല്ലാം പറഞ്ഞോ എന്ന് ചോദിച്ചില്ലേ, അതെന്താ? അപ്പോ അവളൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു, മഹി അവളെ ചീറ്റ് ചെയ്തു, അവളെ അവൻ യൂസ് ചെയ്യുമായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അതല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ലേ? വേറെ ഒന്നും പറഞ്ഞില്ല. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ എന്നോടൊന്നും മിണ്ടാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്താ ചേച്ചി, എന്താ കാര്യം? ഗൗതം, അത് പിന്നെ ചേച്ചി പറ, ഐഷുവിന് എന്താ എന്നോട് പറയാനുള്ളത്? ഗൗതം, അത് വേണ്ട. അത് അവൾ പറയുന്നേ നല്ലത്. സോ അവൾ പറയും. അത് പിന്നെ ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമിച്ച ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ഇനി എന്നെ കാണാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ കാര്യമെന്ന് അറിയാൻ പറ്റിയ ഞാൻ അവളെ പോയി കണ്ട് എല്ലാം പറഞ്ഞ് സോൾവ് ആക്കായിരുന്നു. അത് ഗൗതം, ഞാൻ എങ്ങനെയാ? എന്തായാലും പറ പ്ലീസ്. വാട്ട്? അതെ ഗൗതം, ഞാൻ പറഞ്ഞെല്ലാം സത്യമാണ്. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ഐഷുവിന് എന്നെ ഇഷ്ടമാണല്ലേ? ഷീ ലവ്സ് മീ. ഓ ഗോഡ്. അതെ ഗൗതം, അവൾ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഗൗതം, അവൾ നിങ്ങളെ ഓർത്തു ഒരുപാട് കരഞ്ഞു കഴിഞ്ഞു. ഇനിയും അവളെ വിഷമിപ്പിക്കില്ലേ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. നിങ്ങൾ എപ്പോഴും ഹാപ്പിയായി തന്നെ ഇരിക്കണം. ഏയ് ഇല്ല, ഞാൻ അവളെ ഇനി ഒരിക്കലും വിഷമിപ്പിക്കില്ല. പിന്നെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ സോൾവ് ചെയ്യണം. അതും നാളെ തന്നെ. ഓക്കെ? നാളെ തന്നെ എല്ലാം പറഞ്ഞു തീർക്കാം. ഓ, അപ്പം മേഡത്തിന് എന്നെ ഇഷ്ടമാണല്ലേ? അങ്ങനെ വഴിക്ക് വാ. ഞാനിന്ന് കുറച്ച് ഓവറായിരുന്നല്ലേ? അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു, ഐ നോ. പക്ഷേ നീ വീണ്ടും ആ ഡാഷിനെ പറ്റി പറയുമ്പോൾ ഞാൻ എങ്ങനെ കേട്ടോണ്ട് നിൽക്കാനാ? എത്രയൊക്കെ ദേഷ്യം വരുന്നില്ല എന്ന് പറഞ്ഞാലും നിന്റെ വായിൽ നിന്ന് ആ ബിച്ചിൻ്റെ പേര് കേൾക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഐ എം സോറി ഐഷു. ഇന്നൊരു രാത്രി കൂടി നീ ക്ഷമിക്ക്. നാളെ നിനക്ക് പറയാനുള്ള എല്ലാം ഞാൻ കേൾക്കാം, എല്ലാം. ഇനി എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ വയ്യ ഐഷു. നിനക്കറിയോ ഇപ്പൊ തന്നെ എത്ര ലേറ്റാണെന്ന്? നിനക്കിന്ന് ഉറക്കം ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. നീ അത്രയ്ക്കും വിഷമിച്ചല്ലേ ഇവിടുന്ന് പോയേ. ബട്ട് ഡോണ്ട് വെറി മൈ ചെല്ലോ, എനിക്കൊന്നും ഉറക്കം ഉണ്ടാവില്ല. ഞാൻ നിനക്ക് കമ്പനി തരാം. ബട്ട് എങ്ങനെ? ഓ ഗോഡ്. അങ്ങനെ അവസാനം നീ എന്നോട് പറയാൻ പോകുന്നു ഐ ലവ് യു ഗൗതം എന്ന്. പപ്പ മമ്മ ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ കരയരുതെന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ എന്നത്തെ പോലെ ഇന്നും എനിക്കതിന്
കഴിയുന്നില്ല. പക്ഷേ ഞാൻ ഇന്നീ കരയുന്നതിൻ്റെ റീസൺ അതൊരിക്കലും നിങ്ങളല്ല. ഇത്രയും നാളും ഞാൻ വിചാരിച്ച് ഞാൻ മഹിയാണ് ഇഷ്ടപ്പെടുന്നതെന്നാണ്. അവൻ എന്നെ വിട്ടുപോയപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും ഗൗതമൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയതിൻ്റെ അത്രയും വരില്ല. ഞാൻ എപ്പോൾ തൊട്ടാണ് ഗൗതമനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് എനിക്കറിയില്ല. അവൻ എന്നോട് മിണ്ടാതെ ഇരിക്കുമ്പോൾ എന്നെ വേണ്ടാന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ? ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സന്തോഷം എന്നൊന്നില്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാരും എൻ്റെ കൂടെ ഉണ്ടാകാത്ത എന്താ? അവരൊക്കെ എന്നെ വിട്ട് ദൂരത്തേക്ക് പോകുക. എനിക്ക് ഈ ലൈഫ് വേണ്ട മമ്മ, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് വരെ തോന്നിപ്പോകുക. ആശയുടെ അടുത്ത് നിന്ന് ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ കൂടെ ഇനി അങ്ങോട്ട് ഗൗതം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷെ അവനും എന്നെ മനസ്സിലാക്കി. അവനും എന്നെ വേണ്ട. ഇനി ഞാൻ ആർക്കു വേണ്ടിയാ ജീവിക്കേണ്ടത്? ഇനി എനിക്കെന്ന് പറയാൻ ആരുമില്ല. ആരും. ഗൗതം വിട്. ഇല്ല. ഗൗതം, നിനക്ക് എന്താ വേണ്ടേ? എന്താ നിങ്ങളുടെ പ്രോബ്ലം? പറ, എന്താ എന്നോട് പറയാനുള്ള? എന്ത് പറയാൻ? എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. പിന്നിന്നലെ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞതോ? അത് ഇന്നലെ പറഞ്ഞില്ലേ? അതിനുള്ളത് എനിക്ക് കിട്ടിയല്ലോ, ബോധിച്ചു. സോ ഇപ്പൊ വഴിമാറും. എനിക്ക് പോണം. സത്യമായിട്ടും അത് മാത്രമേ ഉള്ളായിരുന്നു എന്നോട് പറയാൻ? ആ, അത് മാത്രമേ ഉള്ളായിരുന്നു. മാറി. ഓയ്, അപ്പൊ തന്റെ ചേച്ചി പറഞ്ഞതോ തനിക്ക് എന്നെ? ഐഷു, ഇനി പറ, തനിക്ക് പറയാനുള്ള എല്ലാം. എനിക്കൊന്നും പറയാനില്ല. അപ്പോ തന്റെ ചേച്ചി പറഞ്ഞതൊക്കെ കള്ളമാണോ? ചേച്ചി എന്ത് പറഞ്ഞു? അത് ചേച്ചി പറഞ്ഞു, താൻ UK ഉണ്ടായിരുന്നപ്പോ തനിക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു പട്ടിയെ പോലെ കിടന്ന് കരഞ്ഞു. ശുഭം. ആണോ ഐഷു? പിന്നെ തനിക്കെന്നെ വേണം അങ്ങനെയൊക്കെ പറഞ്ഞു. ആണോ? ഇതൊന്നുമല്ല മെയിൻ. അതെന്താന്ന് പറയട്ടെ? ആ, വേണ്ട. വേണം. വേണ്ട ഗൗതം, പ്ലീസ്. വേണ ഐഷു. ഓക്കെ, ഞാൻ പറയുന്നില്ല. എനിക്ക് ഓൾറെഡി അറിയാം. എനിക്കത് തൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം. അതിനു വേണ്ടിയിട്ടാ ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത്. സോ പറ. ഇല്ല. പറയാതെ ഞാൻ വിടില്ല മോളെ. ഗൗതം, നിനക്കെല്ലാം അറിയാലോ. സോ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്
പറയാതിരുന്നാലോ? ഉടായി പെരക്കല്ലേ, മര്യാദയ്ക്ക് പറഞ്ഞു. ഗൗതം വാ. എവിടേക്ക്? വാ ഇങ്ങോട്ട്. ഗൗതം, ഞാനിപ്പോ പറയാൻ പോകുന്നത് അത് ഇവര് രണ്ടുപേരും കേൾക്കണം. ഗൗതം, നീ എൻ്റെ ലൈഫിലേക്ക് അനുവാദം കൂടാതെ കടന്നു വന്ന ഒരാളാണ്. ആദ്യമൊക്കെ നിന്നെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പായിരുന്നു. പിന്നെ എപ്പോൾ മുതലാണ് ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് എനിക്കറിയില്ല. നീ അടുത്തുള്ള ഓരോ നിമിഷവും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഗൗതം. അന്ന് എല്ലാം അവസാനിപ്പിച്ച് നീ പോയപ്പോൾ ഗൗതം മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇനിയും ഈ നാട്ടിൽ നിന്ന് എനിക്ക് വട്ടുപിടിക്കുമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് പോയത്. അവിടെ പോയിട്ടും എനിക്ക് നിന്നെ മറക്കാൻ കഴിയുമായിരുന്നില്ല. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചപ്പോഴൊക്കെ നിന്റെ ഓർമ്മകൾ അതെനിക്ക് നിന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചു തന്നു. മഹി എന്നെ കാണാൻ വന്നന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഗൗതം, ഞാൻ മുഴുവനായി നിന്നിൽ അടിമപ്പെട്ടു പോയെന്ന്. മഹിയുടെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അവൻ കൂടെ ഉള്ളപ്പോൾ എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗൗതം. അവൻ എന്നെ ചീറ്റ് ചെയ്യുവാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു. പക്ഷേ അതൊരിക്കലും നിനക്കെന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയില്ലേ, അതിനോളം വരില്ല ഗൗതം. എനിക്കറിയാം നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് നിന്നെ തിരിച്ച് സ്നേഹിക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ ഞാനതിന് ശ്രമിക്കും. അതിന് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകണമെന്ന് തോന്നിയത് കൊണ്ടാണ് തിരിച്ചു വന്നത് ഗൗതം. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു സോ മച്ച്. എനിക്ക് ഗൗതം, മഴ വരുന്നു എന്ന് തോന്നുന്നു. വാ, നമുക്ക് പോകാം. ഗൗതം, നല്ല മഴ വരുന്നു. വാ, പോകാം. ഐഷു, നമുക്ക് പോണ്ട. എനിക്കിപ്പോ മഴ നനയാൻ തോന്നുന്നു. ഗൗതം, മഴ നനഞ്ഞ പനി പിടിക്കും. വെറുതെ എന്തിനാ? വാ, നമുക്ക് പോകാം. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടായില്ല. നമുക്ക് പോണ്ട.
ഗൗതം, ഓയ് ഗൗതം, അവിടെ എന്തെടുക്ക? ഇങ്ങോട്ടേക്ക് വാ. ഗൗതം, എനിക്ക് തോന്നുന്ന മഴ ഇപ്പോഴൊന്നും നിൽക്കില്ലെന്നാ. നമുക്ക് പോയാലോ? ഗൗതം വാ, നമുക്ക് പോകാം. ഗൗതം, ഞാൻ നിന്നോടല്ലേ പറയുന്നേ, വാ നമുക്ക് പോകാം. ഓ സോറി, കിസല്ലേ വേണ്ടേ? വാ തരാം. എന്താ ഗൗതം, ഞാൻ സോറി പറഞ്ഞില്ലേ, വാ. ഓ വേണ്ടേ വേണ്ട, ഞാൻ നടന്നു പൊക്കോളാം. എവിടെ പോന്നു? നിനക്കെന്നോട് ദേഷ്യമല്ലേ? പിന്നെന്തിനാ ഞാനിവിടെ നിൽക്കുന്നേ? അപ്പോ കിസ് തരാന്ന് പറഞ്ഞു. പറഞ്ഞു, പക്ഷേ നീ മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. അതപ്പോ അല്ലേ, ഇപ്പൊ താ. പൂവൈത്തായ് പൂവൈത്തായ് നീ പൂവൈക്കോർ പൂവൈത്തായ് മന പൂവൈത്ത് പൂവൈത്ത് പൂവുക്കുൾ തീ வைத்தாயோ தீனி நீ மழையில் ஆட நான் நனைந்தேன் வாட என் நாளத்தில் ஒன்றத்தும் நாடிக்குள்ளும் சத்தம் உயிரே தாழில் ஒரு சில ഗൗതം, നമുക്ക് വീട്ടിൽ പോകാം. എനിക്ക് തണുക്കുന്നു. നമുക്ക് വീട്ടിൽ പോകാം പ്ലീസ്. സത്യം പറ, നിനക്ക് ശരിക്കും തണുക്കുന്നുണ്ടോ അതോ ഇന്നാളത്തെ പോലെ ഉടായിപ്പാണോ? അല്ല, സത്യമാണ്, എനിക്ക് തണുക്കുന്നു. ഈ തണുപ്പ് മാറാൻ ഞാനൊരു ട്രീറ്റ്മെന്റ് തന്നാലോ? എന്ത്? അതൊന്നും വേണ്ട. വീട്ടിൽ പോയി നിറഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ ശരിയാവും. സോ പോകാം. വീട് വരെയൊക്കെ പോകുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. ഞാൻ പറയുന്ന ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പെട്ടെന്ന് മാറും. വാ, പറഞ്ഞുതരാം. ഗൗതം, ഇതെന്താ ഇവിടെ? അപ്പൊ ആരാ ഡ്രൈവ് ചെയ്യാ? ഗൗതം, പോയി കാർ എടുക്കും, നമുക്ക് പോവാം. എനിക്ക് തണുക്കുന്നു.
അതൊക്കെ ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ. ഈ തണുപ്പ് മാറണമെങ്കിൽ ബോഡി ഹീറ്റ് ആവണം. അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണല്ലോ ഞാനിപ്പോൾ തരാൻ പോണം. ഗൗതം, നീ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. തണുപ്പല്ലേ, ഞാൻ സഹിച്ചോളാം. നിന്റെ ഈ ട്രീറ്റ്മെന്റ് എനിക്ക് വേണ്ട. സോ പോയി വണ്ടി എടുക്കാൻ നോക്ക്. നിനക്ക് വേണ്ടേ വേണ്ട, എനിക്കാണേ തണുത്തിട്ട് പാടില്ല. ഗൗതം, ഐഷു, ഐ നീഡ് യു റൈറ്റ് നൗ. നമുക്കിടയിൽ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. എല്ലാ അർത്ഥത്തിലും നീ എൻ്റേത് മാത്രമാകണം. ഏയ്, താൻ വെറുതെ ടെൻഷൻ ആകണ്ട. ദാറ്റ്സ് ഓക്കെ, നമുക്ക് പോകാം. ഗൗതം, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ, അപ്പൊ ശരി, നാളെ കാണാം. ഐഷു, എന്താ? ഞാനും വന്നോട്ടെ? വേണ്ട, മര്യാദയ്ക്ക് വീട്ടിൽ പോകും. എനിക്ക് ചെന്നിട്ട് വേണം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പൊ തന്നെ നല്ല ലേറ്റാ. ഈ പോക്ക് പോകുവാണെങ്കിൽ എൻ്റെ ഫൈനൽസും 3G ആകും. അപ്പോൾ ഗുഡ് നൈറ്റ്, പോകാൻ നോക്ക്. എന്താ? ഞാനും വരുന്നു. ഗൗതം, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല.
നീ വന്നാൽ നിന്റെ ഈ കൈയും കാലും ഒന്നും അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് ഗൗതം, തൻ്റെ മുഖത്തിന് ഇതൊട്ടും മാച്ചല്ല. എനിക്കിത് കാണുമ്പോൾ തന്നെ ചിരിയാ വരുന്നത്. ആ, ഇത് തന്നെ, ഇതാ നല്ലത്. ഓക്കെ, വന്നു. ബട്ട് വൺ കണ്ടീഷൻ. എന്നെ ശല്യം ചെയ്യാൻ വരരുത്. ഒരു മൂലക്കങ്ങണം അടങ്ങി ഒതുങ്ങിയിരുന്നു. അങ്ങനെയാണേ ആലോചിക്കാം. ഡബിൾ ഓക്കെ, വാ പോകാം. உன்பூத கண்ணாடி தேவையில்லை, என் காதல் நீ பார்க்க கண் போதுமே. முத்தங்கள் தழுவல்கள் தேவையில்லை, நீ பார்க்கும் ആയിഷ്, ഗൗതം, യു ഡിസ്റ്റർബിങ് മീ, റാസ്കൽ. கோபம், ஏக்கம், காமம், வெட்கம், ஏதோ ஒன்றில் பாரடி. ஒரு முறை பார்ப்பாயா, இருதய பேச்சை கேட்பாயா, மறுமுறை பார்ப்பாயா, விழிகளில் காதல் சொல்வாயா. എന്താ ഒരു അനുസരണം, റാസ്കൽ. പറഞ്ഞതുപോലെ തന്നെ കേട്ടില്ലേ? എവിടെ കിട്ടും ഇതേപോലൊരു സാധനത്തിന്? എന്റെ കർത്താവേ, ഇങ്ങർക്ക് എന്നാ ഗ്ലാമറാ. ഈ മുഖത്ത് ഒന്നും അധികപ്പറ്റായിട്ടില്ല. എല്ലാം പറഞ്ഞ് ചെയ്യിപ്പിച്ച പോലെ തന്നെ. എന്നെ ഒരു കണ്ണ്, എന്നെ ഒരു മൂക്ക്. എന്നാ ഒരു ലിപ്സ. ശേ, അത് വേണ്ട, അത് വേണ്ട. അതും വേണോ? നീ എന്തിനാന്ന് എത്തിക്കളഞ്ഞേ? അതുകൂടി പറ. കർത്താവേ, ഇത് ഉറങ്ങിയില്ലായിരുന്നു. എന്നാ ഞാനങ്ങോട്ട്. എങ്ങോട്ട്? ഗൗതം, വേണ്ട. നമ്മുടെ കണ്ടീഷൻ ഓർമ്മയുണ്ടല്ലോ. നന്നായി ഓർമ്മയുണ്ട്. അതിപ്പോ നീയായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോ പിന്നെ എനിക്ക് മാത്രം എന്തിനാ? ആ, ഗൗതം,
ഗൗതം എനിക്ക് വിശക്കുന്നു. ഇന്നെങ്കിലും ഒന്ന് ആകോ കഴിക്കാൻ. എൻ്റെ പൊന്നൈഷു, എനിക്ക് കുക്കിങ്ങിനെ പറ്റി ഒരു ധാരണയില്ല. ഞാൻ യൂട്യൂബ് നോക്കിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് മനസാക്ഷി കാണിക്കാം. ഓക്കെ ഷെഫ്, യു ക്യാരി ഓൺ. ഹാച്ചി. എൻ്റെ ഐഷു, നിന്റെ ഈ തുമ്മൽ ഇതുവരെ മാറിയില്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. അന്ന് ഞാൻ പറഞ്ഞല്ലേ മഴ നനഞ്ഞ പനി പിടിക്കുമെന്ന്. എന്നിട്ട് നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. ഇത് കാരണം അനുഭവിക്കേണ്ടി വരുന്നില്ല ഈ പാവ ഞാനല്ലേ. കൂടുതൽ ഇളിക്കാതെ ഫുഡ് റെഡിയാക്കാൻ നോക്ക്. അപ്പോഴേക്കും ഞാൻ പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഐഷു, ആരാന്ന് നോക്കിയിട്ട് പോകും. ഓക്കെ. ഐഷു, ആരായിരുന്നു? പപ്പയും മമ്മയും എന്താ ഇവിടെ? ഇത് തന്നെ ഞങ്ങൾക്കും അറിയണ്ടേ. നീ എന്താടാ ഇവിടെ? അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ രണ്ടും. നിങ്ങൾ രണ്ടും? മമ്മ, അതെനിക്ക് ഐഷുവിനെ ഇഷ്ടമാണ്. അവൾക്ക് എന്നെ. ഓ, അപ്പൊ കല്യാണം കഴിഞ്ഞില്ലായിരുന്നു? ഒന്ന് പോവപ്പ. എല്ലാം ശരിയായിട്ട് 2 വീക്സ് ആയതല്ലേ ഉള്ളൂ. കല്യാണത്തിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ആണോ ഐഷു? ഇവൻ പറഞ്ഞതൊക്കെ സത്യമാണോ? അത് പിന്നെ ആൻറ്റി പറ ഐഷു, നിനക്ക് ഗൗതമിനെ ഇഷ്ടമാണോന്ന്? അതെ, എനിക്കിഷ്ടമാണ്. അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? രണ്ടും സമ്മതിച്ച സ്ഥിതിക്ക് ഇനിയും രണ്ടിനെ ഇതുപോലെ കയറി ഉരുവിടണം. നിങ്ങൾ പറ. ഉടനെ തന്നെ രണ്ടിനെയും പിടിച്ച് കെട്ടിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. നല്ല തീരുമാനം. ഇത്രയും നാള് ലൈസൻസ് ഇല്ലാണ്ടല്ലേ വണ്ടി ഓടിച്ചത്. ഇനി ലൈസൻസ് എടുത്ത് ഓടിക്കാൻ എന്തേ? അപ്പോൾ എങ്ങനെയാ ലെവിൻ കാര്യങ്ങളൊക്കെ? അത് പിന്നെ ഐഷുവിൻ്റെ എക്സാമൊക്കെ കഴിയാൻ 1 മാസം എടുക്കും. എന്തായാലും ഇത്രത്തോളമൊക്കെ ആയില്ലേ, ഇനി അത് കഴിഞ്ഞ് മതി കല്യാണം. അതെ, ഇച്ചാൻ പറഞ്ഞ ശരിയാ, അത് കഴിഞ്ഞ് മതി. പിന്നെ കല്യാണം അത് UK വെച്ച് തന്നെ മതി. ആശി, അങ്ങനെ പോരെ? അങ്ങനെ മതി. അതാണ് നമ്മൾ 2 കൂട്ടർക്കും നല്ലത്. ആ, എങ്കിൽ അങ്ങനെ തന്നെ ഫിക്സ് ചെയ്യാം. കല്യാണമൊക്കെ കഴിഞ്ഞ് 2 പേരും ഇവിടേക്ക് തന്നെ തിരിച്ചു പോന്നോട്ടെ. എന്തായാലും ഇവിടുത്തെ ബിസിനസ് ഒക്കെ ഇവൻ തന്നെയല്ലേ നോക്കി നടത്തുന്നത്. അതെ ദേവ്, അങ്ങനെ മതി. അല്ല, നിങ്ങളെ 2 പേർക്കും ഇതിലെന്തെങ്കിലും എതിർപ്പുണ്ടോ? എനിക്കൊരു എതിർപ്പുമില്ല. ഇങ്ങനെ തന്നെ ഫിക്സ് ചെയ്തോ. നിനക്കുണ്ടാകില്ല എന്ന് ആ മുഖം കണ്ടാൽ തന്നെ അറിയാം. മോള് പറ, ഞങ്ങളെടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം? ഏയ് ഇല്ല പപ്പ, നിങ്ങളുടെ തീരുമാനം പോലെ നടക്കട്ടെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുക. അല്ല, നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ പോകുന്നുണ്ടോ? ഞങ്ങളെ പറഞ്ഞുവിടാൻ മൂന്ന് വല്ലാത്ത ഉത്സാഹമാണല്ലോ. ഞങ്ങളെ 2 ഫാമിലീസും ഒരു 3-4 ദിവസത്തേക്ക് ഇവിടെ തന്നെ കാണും. സോ അതുവരെ എൻ്റെ മോനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. വല്ലാതെ കുറഞ്ഞു പോയി. എന്താ? അല്ല, വളരെ നല്ല കാര്യമൊന്നും പറയുമായിരുന്നു.
ഉം, എന്നാ ഞങ്ങൾ ഇറങ്ങുക. ലെവിൻ, ആശി, മോളെ പോകുക. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഡാ, നീ അവിടെ എന്ത് നോക്കി നിൽക്കുക? പോയി വണ്ടി എടുക്കടാ. ആ, അത് പിന്നെ എൻ്റെ ഫോൺ ഞാൻ എടുക്കാൻ മറന്നു. ഇതാ വരുന്നു. അവന്റെ ആ പോക്ക് കണ്ടാൽ തന്നെ അറിയാം അവൻ എന്താ മറന്നെന്ന്, അല്ലേ ദേവ്? അതെ അതെ, അവൻ ഈ കാര്യത്തിൽ എൻ്റെ മോൻ തന്നെയാണ്. ഗൗതം, ഐ റിയലി മിസ് യു റൈറ്റ് നൗ. എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു. സെയിം ചൂച്ചല്ലോ. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ വന്ന് ഈ ഡോറ് തുറക്കും. ഏത് ഡോറ്? ദേ ഈ ബാൽക്കണിയുടെ. ഗൗതം, ഇത്ര പെട്ടെന്ന് മാരേജ് വേണ്ടായിരുന്നു. ആഹാ, അങ്ങനെ പറഞ്ഞൂടാ. ഞാൻ അത് സ്വപ്നം കണ്ട് നടക്കുവോ? ഒരു മാസമൊക്കെ കുറച്ച് കൂടുതലായിപ്പോയി. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു മാസം എന്നുള്ളത് 2 ദിവസമാക്കി വെട്ടിക്കുറയ്ക്കണമായിരുന്നു. റാസ്കൽ. അല്ല, മാരേജ് ഇപ്പം വേണ്ടായിരുന്നു എന്ന് പറയാനുള്ള റീസൺ ഉണ്ടോ? അത് പിന്നെ ഗൗതം, നീ എന്നെ ഫസ്റ്റ് കണ്ടിഷ്ടായി, എന്നെ പ്രപ്പോസ് ചെയ്തു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാഞ്ഞിട്ടും നമ്മൾ ഡേറ്റ് ചെയ്തു. അങ്ങനെ നിനക്ക് ഓർത്ത് വെക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെയാണോ ഞാൻ എന്നെ പ്രപ്പോസ് ചെയ്തിട്ട് 2 ആഴ്ച ആയതേ ഉള്ളൂ. അതിനു മുന്നേ മാരേജ്. ഗൗതം, എനിക്ക് തന്നെ ഒരുപാട് സ്നേഹിക്കണം. നമ്മൾ തമ്മിലുള്ള ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണം. അതും ലവേഴ്സായി ഇരിക്കുമ്പോൾ തന്നെ. മാരേജൊക്കെ അത് കഴിഞ്ഞു മതിയായിരുന്നു. അതെന്താ, മാരേജ് കഴിഞ്ഞാൽ നമ്മൾ ലവേഴ്സ് അല്ലാന്നുണ്ടോ? ഐഷു, ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ആ ബാൽക്കണി ചാടിയാ വന്നേ. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എനിക്ക് നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണം ഐഷു. നീ എൻ്റെ അടുത്തില്ലാതെ എനിക്ക് പറ്റില്ല ഐഷു. ഞാനെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. നീ എൻ്റെ കൂടെ ഇല്ലാത്തതായ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും എനിക്കതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഐഷു. എനിക്ക് നിന്നെ എൻ്റെ അടുത്ത് വേണം ഐഷു, എപ്പോഴും. I love you, Gautam. I can't live without you. ഐഷു, will you marry me? ഡബിൾ ഓക്കെ.
നിനക്കെങ്ങനെയാ എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നത്? അറിയില്ല. ആ, അതെന്താ അറിയാത്തെ? ഐഷു, നിന്നെ ഞാൻ ഫസ്റ്റ് ടൈം കണ്ടില്ലേ, അന്നു മുതൽ ദേ ഈ നിമിഷം വരെ എനിക്കൊന്ന് മാത്രമേ അറിയൂ, നീ എൻ്റേത് മാത്രമാണ്. അതെന്താ അങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല. ഞാനത് അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും. നാളെ ചിലപ്പോൾ ആ കാരണങ്ങളൊക്കെ ഇല്ലാതായാൽ ആ ഇഷ്ടവും നഷ്ടമാകില്ലേ? ഐഷു, എനിക്ക് ഇതുപോലെ തന്നെ നിന്നെ ഒരു കാരണങ്ങളും കൂടാതെ സ്നേഹിക്കാൻ കഴിയണം എപ്പോഴും. ഐഷു, താനെന്തിനീ കരയുന്നേ? പിന്നെ ഇമാതിരി സെന്റി അടിച്ച കരച്ചില് വരൂലേ? ഗൗതം, എനിക്കിപ്പോഴും അറിയില്ല നിന്റെ ഈ ലവിന് ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ടോന്ന്. ഞാൻ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെ മാത്രമാണ്. അന്ന് ഞാൻ നിന്നോട് അത്രയൊക്കെ പറഞ്ഞു പോയപ്പോൾ നിനക്കെന്നോട് ദേഷ്യം തോന്നിയിട്ടേ ഇല്ല ഗൗതം. തോന്നിയില്ല എന്ന് പറയുമ്പോൾ അതെന്താ, ഞാൻ മനുഷ്യനല്ലേ എന്ന് തോന്നിയിരുന്നു. അതാ ഒരു ദിവസത്തേക്ക് മാത്രം. എനിക്ക് നിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകളയാൻ കഴിയില്ല യേശു. കാരണം ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും സ്വന്തമാക്കണമെന്ന് വിചാരിച്ചതും നിന്നെ മാത്രം. കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും അവസാനം എൻ്റെ ആഗ്രഹം നടന്നില്ലേ? എന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയ ആള് തന്നെ പോയതിലും സ്പീഡിൽ തന്നെ വന്ന് എന്നെ പ്രപ്പോസ് ചെയ്തു. ദേ ഇന്ന് എല്ലാ അർത്ഥത്തിലും എൻ്റേത് മാത്രമായി മാറുകയും ചെയ്തു. ഓ, അപ്പോൾ ഞാൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ മോൻ എന്ത് ചെയ്യുമായിരുന്നു? അത് ആരോ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് എന്തും നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന്. ഗൗതം, എന്നാലും നിനക്ക് എൻ്റെ പൊന്നൈഷു, നിന്റെ ഈ സംശയങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും പറഞ്ഞു തരാൻ ഈ ജന്മം മുഴുവൻ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ നിർത്തി എണീറ്റ് വരാൻ നോക്ക്. എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ മാരേജിന്റെ അലച്ചിലല്ലായിരുന്നു. എന്നെ പോലെ തന്നെ നീയും ടയേർഡാണെന്ന് അറിയാം. അതുകൊണ്ട് എണീറ്റ് വാ, നമുക്ക് കിടക്കാം. ഗൗതം, ഐഷു, നിന്റെ ഈ സംശയമൊക്കെ ഞാൻ വഴിയെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. പിന്നെ നിനക്കൊരിക്കലും ഇമാതിരി സംശയം എന്നോട് ചോദിക്കാൻ പോലും തോന്നില്ല. ഗൗതം, ഇത് സംശയമല്ല. പിന്നെ നമ്മളെന്നാ നാട്ടിലേക്ക് പോകട്ടെ? 2 ആഴ്ച കഴിഞ്ഞ് പോയാൽ മതി എന്നാ മമ്മിയുടെ ഓർഡർ. പിന്നെ തൻ്റെ ചേച്ചിയുടെ ഇച്ഛ എൻ്റെ അടുത്തൊക്കെ പോകണ്ടേ? എന്താ ചോദിച്ചേ? അത് പിന്നെ ഗൗതം, ഐ റിയലി മിസ് യു. അതിന് ഞാൻ തന്നെ കൂടെ തന്നെ ഉണ്ടല്ലോ. അതൊക്കെയാണ്, പക്ഷേ നമ്മളിപ്പോ പപ്പയുടെയും മമ്മയുടെയും കൂടെ അല്ലേ? അതുമല്ല, ഈ 2 വീക്സ് എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ അതൊരു 2 ഡേയ്സായിട്ട്
വെട്ടിക്കുറിച്ചായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഏയ് ഐഷു,